Hi, good afternoon. Good afternoon. Good afternoon. നിങ്ങളെടുത്ത് വായിച്ചു നോക്കിയില്ലേ? നമ്മൾ ആന്റി ടഫീസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇനി അടുത്തത് 6ാമത്തെ ചാപ്റ്റർ ഗൂഗിളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഗൂഗിൾ പറഞ്ഞില്ലേ നമ്മൾ ഇന്നലെ? ആന്റി റൂമാറ്റിക്സ് വാദത്തിന് യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് 6ാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി 7ാമത്തെ ചാപ്റ്റർ ആന്റി ഹൈപ്പർടെൻസീവ്സ് ആണ്. അതിന് മുന്നേ നമ്മൾ ഇന്നലെ 3ാമത്തെ ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. 3ാമത്തെ ചാപ്റ്റർ എടുത്തിട്ട് അത് എടുക്കാം കേട്ടോ. ഓക്കെ, സ്ക്രീൻ കാണുന്നില്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കാർഡിയോടോണിക്സ് ആണ്. കാർഡിയോടോണിക്സ് എന്താ നോക്കാം. കാർഡിയോടോണിക്സ് ആർ ദി ഡ്രഗ് വിച്ച് ഗീവ് സ്ട്രെങ്ത് ഓർ എനർജി ടു ദി ആക്ടിവിറ്റി ഓഫ് ദി ഹേർട്ട്. അതായത് നമ്മുടെ ഹേർട്ടിന്റെ പ്രവർത്തനത്തിന് ഊർജം കൊടുക്കുകയും, അത് പിന്നെ എന്ന് പറഞ്ഞാൽ ഊർജം കൊടുക്കുകയും, പിന്നെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ, എനർജി, സ്ട്രെങ്ത്, അതായത് അതിന്റെ ഒരു ശക്തി അല്ലേ? അതായത് നമ്മൾ ശക്തിയായിട്ടുള്ള ഹേർട്ടിന്റെ പ്രവർത്തനം ശക്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഡ്രഗ് ആണ് കാർഡിയോടോണിക്സ് എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് കാർഡിയോടോണിക്സ് ആർ ദി ഡ്രഗ് വിച്ച് ഗീവ് സ്ട്രെങ്ത് ഓർ എനർജി ടു ദി ആക്ടിവിറ്റി ഓഫ് ദി ഹേർട്ട്. അതായത് നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സ്ട്രെങ്ത്തും എനർജിയും കൊടുക്കുന്ന ഡ്രഗ് ആണ് കാർഡിയോടോണിക്സ് എന്ന് പറയുന്നത് അല്ലേ? ചിലവരിൽ എന്ത് ഉണ്ടാവും, ഹാർട്ടിന്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കാണ്ട് വരും അല്ലേ? അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് കൊടുക്കും? കാർഡിയോടോണിക്സ് കൊടുക്കും. കാർഡിയോടോണിക്സ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഹേർട്ടിന്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കും. ഓക്കെ, അതാണ് പറയുന്നത്. കാർഡിയോടോണിക്സ് എന്താണ്, ക്ലിയർ അല്ലേ? ഓക്കെ. കാർഡിയോടോണിക്സ് ആർ ദി ഡ്രഗ് വിച്ച് ഗീവ് സ്ട്രെങ്ത് ഓർ എനർജി ടു ദി ആക്ടിവിറ്റി ഓഫ് ദി ഹെർട്ട്. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പ്രവർത്തനം അല്ലേ? നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ എനർജിയും സ്ട്രെങ്ത് ഒക്കെ കൊടുക്കുന്ന ഡ്രഗ് ആണ് കാർഡിയോടോണിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? ഓക്കെ, കാർഡിയോടോണിക്സിൽ വരുന്ന ഡ്രഗ് ആണ് ഡിജിറ്റാലിസ്. ഡിജിറ്റാലിസ് കണ്ടോ? പിക്ചർ കണ്ടോ? സ്ക്രീൻ കാണുന്നില്ലേ? ഇല്ല, കാണാൻ പറ്റുന്നില്ല. മിനിമൈസ് ആയിരിക്കുക, ചെറുതായിട്ടിരിക്കുക. ചെറുതായിട്ട് കാണുന്നത്.
ഇപ്പൊ കാണും. ഓക്കെ, ഇതാണ് ഡിജിറ്റാലിസ്. അതിന്റെ ഫ്ലവർ ആണ് കാര്യമായിട്ട് കാണിച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ, ഈ ശരിയാണ് ഡിജിറ്റാലിസ് എന്ന് പറയുന്നത്. ചേട്ടാ ഇങ്ങനത്തെ ഒരു ചെടിയാണ് ചെടി കേട്ടാ. കണ്ടില്ലേ ചെടി കണ്ടില്ലേ? ഡിജിറ്റാലിസ് കണ്ടില്ലേ? കണ്ടു. കണ്ടു. ഡിജിറ്റാലിസിനെ കുറിച്ച് പറയാം നമുക്ക്. ഡിജിറ്റാലിസിന്റെ സിനോണിം വിളിപ്പേരാണ് പറയുന്നത് അല്ലേ? ഡിജിറ്റാലിസിന്റെ വിളിപ്പേര് എന്ന് പറയുന്നത് ഡിജിറ്റാലിസ് ലീവ്സ്, ഫോക്സ്ഗ്ലോ ലീവ്സ്. ഓക്കെ, ഡിജിറ്റാലിസ് ലീവ്സ്, ഫോക്സ്ഗ്ലോ ലീവ്സ്, അങ്ങനെ രണ്ട് പേര് സിനോണിമാണ് ആർക്കുള്ളത്? ഡിജിറ്റാലിസിനുള്ള. ഡിജിറ്റാലിസിന്റെ സിനോണിം എന്തൊക്കെയാ പറയുന്നത്? ഡിജിറ്റാലിസ് ലീവ്സ്, ഫോക്സ്ഗ്ലോ ലീവ്സ്. രണ്ട് പേര് കിട്ടിയില്ലേ? കിട്ടി. ഓക്കെ, പിന്നെ ഡിജിറ്റാലിസിന്റെ ഏത് ഭാഗമാണ് നമ്മൾ എടുക്കുന്നതാണ്? ഓക്കെ, നമ്മുടെ ലീവ്സ് ആണ് എടുക്കുന്നത് കേട്ടോ. ഡിജിറ്റാലിസ് എങ്ങനെയാണ് അതിന്റെ ബയോളജിക്കൽ സോഴ്സ്, അതിന്റെ എങ്ങനെയാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് ഏത് ഭാഗമാണ്, ഏത് വെറൈറ്റിയാണ്, ഏത് ഫാമിലിയിൽ ഉൾപ്പെടുന്നതാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഡിജിറ്റാലിസ് കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് ലീവ്സ് ഓഫ് ഡിജിറ്റാലിസ് പർപ്യൂരെ ബിലോങ്ങിങ് ടു ദി ഫാമിലി സ്ക്രോഫുലാറിയാസിയെ. എന്താ വായിക്കുക? സ്ക്രോഫുലാറിയാസിയെ. സ്ക്രോഫുലാറിയാസിയെ ഫാമിലിയിൽ ഉൾപ്പെട്ട ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഡിജിറ്റാലിസ് പർപ്യൂരെ എന്ന് പറയുന്നത്. ഈ ഡിജിറ്റാലിസ് പർപ്യൂരെ എന്ന് പറഞ്ഞ വെറൈറ്റി ഡിജിറ്റാലിസിന്റെ ലീവ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട് അത് ഡ്രൈ ചെയ്തിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫാമിലി വരുന്നത് സ്ക്രോഫുലാറിയാസിയാണ്. സ്ക്രോഫുലാറിയാസിയെ ഫാമിലിയിൽ ഉൾപ്പെട്ട ഡിജിറ്റാലിസ് പർപ്യൂരെ എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയുടെ ലീവ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ ഉണക്കും. ലീവ്സിനെ കളക്ട് ചെയ്തിട്ട് ഉണക്കിയിട്ടാണ്, ആ ഉണക്കിയ ലീവ്സ് ആണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഫാമിലിയുടെ പേര് വായിക്കാൻ കിട്ടുന്നില്ലേ? ഏതാണ്? സ്ക്രോഫുലാറിയാസിയെ. സ്കോർപ്പുലാർസിയെ അല്ല, എന്താണ് ഒരിക്കലും പറഞ്ഞേ? സ്ക്രോഫുലാറിയാസിയെ. സ്ക്രോഫുലാറിയാസിയെ. സ്പെല്ലിംഗ് നോക്ക് വായിക്കണല്ലോ. അപ്പം സ്ക്രോഫുലാറിയാസിയെ. സ്കോർപ്പുലാറിയാസിയെ അല്ലേ? അതന്നെ. ഓക്കെ, സ്ക്രോഫുലാറിയാസിയാണ് ഡിജിറ്റാലിസിന്റെ ഫാമിലി. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് ഡിജിറ്റാലിസ് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻസ് നമ്മൾ സ്ക്രോഫുലാറിയാസിയെ എന്ന് എഴുതണം. ഓക്കെ, അതുപോലെ തന്നെ വിച്ച് വെറൈറ്റി, നമ്മുടെ ഡിജിറ്റാലിസ് പർപ്യൂരെ എന്ന് പറഞ്ഞ വെറൈറ്റി എന്നാണ് നമ്മൾ എന്ത് കളക്ട് ചെയ്യുന്നത്? ഡിജിറ്റാലിസിന്റെ ലീവ്സ് കളക്ട് ചെയ്യുന്നത് അല്ലേ? അതാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഫാമിലി നമ്മൾ പഠിക്കുമ്പോൾ മെയിൻ ആയിട്ട് അതിന്റെ ഡെഫിനിഷൻ പഠിക്കുക. ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ മെയിൻ ആയിട്ട് അതിന്റെ ഡെഫിനിഷൻ പഠിക്കുക. പിന്നെ നമ്മൾ സിനോണിം പഠിക്കുക, ബയോളജിക്കൽ സോഴ്സ് പഠിക്കുക. പിന്നെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി നമ്മൾ ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മൾ ജസ്റ്റ് നോക്കുക. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് അങ്ങനെ അങ്ങോട്ട് ചോദിക്കാറില്ല. ഓക്കെ, പിന്നെ അതിലൊക്കെ ഇങ്ങനെ കളേഴ്സ് ഒക്കെ ചോദിക്കാറുണ്ടായിരുന്നല്ലോ, കളറൊക്കെ ചോദിക്കാറുണ്ടായിരുന്നല്ലോ നമ്മളെ ക്വസ്റ്റ്യനിലൊക്കെ. അതില് സൈസ് ഒന്നും ചോദിക്കില്ല. നമ്മളിപ്പോ ഇത് സൈസ് പറയുന്നത് സൈസ് ഒന്നും ചോദിക്കില്ല. ചോദിക്കുകയാണെങ്കിൽ അതിന്റെ കളർ ചോദിക്കും, ഓർഡർ ചോദിക്കും, ഷേപ്പ് ചോദിക്കും, ടേസ്റ്റ് ചോദിക്കും അല്ലേ? എല്ലാ ടേസ്റ്റും ചോദിക്കും. ഷേപ്പ് അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ വന്നിട്ടുള്ളൂ അല്ലേ? മിക്കതിലും ഉണ്ടായിരുന്നു അതിന്റെ കളറ് ഷേപ്പ് ആണെന്നുള്ളത്. പക്ഷെ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തോളൂ. നമ്മുടെ പബ്ലിക് എക്സാമിന് മെയിൻ ആയിട്ട് ഞാൻ കണ്ടേക്കണെന്ന് വെച്ചാല് നമ്മളെ ഇത് ഫാമിലി കൂടുതലായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, ഫാമിലി, വെറൈറ്റി നോക്കുക, സിനോണിം, പിന്നെ ഈ ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ്, കെമിക്കൽ കോൺസ്റ്റൻസ് വലുത് ഇപ്പൊ മെയിൻ ആയിട്ടുള്ള കെമിക്കൽ കോൺസ്റ്റൻസ് ആയി ഉണ്ടാവില്ലേ പ്രത്യേകിച്ച്?
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇപ്പൊ ആൽക്കലോയിഡ്സും മറ്റേ ഇതൊക്കെ ഒരുവിധം എല്ലാറ്റിലും ഉള്ളതാണ് അല്ലേ? എല്ലാത്തിലും ഉണ്ട്. ആ അതെ അതെ. ആ, അല്ലാണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള കെമിക്കൽ കോൺസ്റ്റൻസ് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. അങ്ങനെ എനിക്ക് തോന്നുന്നു അതിന് ടഫായിട്ട് തോന്നിയിട്ടുള്ളത് ഈ കോഗ്നസിയാന്ന് തോന്നുന്നു. അത് നമ്മൾ കോഗ്നോസി അത്രയും ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇത് റിവിഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ, അത് കാരണമാണ്. ഇല്ല ഇല്ല. ആ ഇല്ലില്ല, അതുകൊണ്ടാണ്. ശരിയാവും. ഓക്കെ. ഡിജിറ്റാലിസ് കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് ലീവ്സ് ഓഫ് ഡിജിറ്റാലിസ് പർപ്യൂരി എന്ന് പറഞ്ഞ വെറൈറ്റി പ്ലാന്റിന്റെ ലീവ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിന് ഉണക്കിയിട്ടാണ്. ഒക്കെ കുഞ്ഞു കുഞ്ഞു ചാപ്റ്റേഴ്സ് ആണ് പിന്നെ കോഗ്നോസിയിൽ. ഓക്കെ. ഡിജിറ്റാലിസ് പർപ്യൂരി എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ലീവ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിന് ഉണക്കിയിട്ടാണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നത്, മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അല്ലേ. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് പറയുന്നത്, കളർ പറയുന്നത് ഡാർക്ക് ഗ്രേയിഷ് ഗ്രീൻ ആണ് കളർ വരുന്നത്. എങ്ങനെയാ? ഡാർക്ക് ഗ്രേയിഷ് ഗ്രീൻ കളറാണ് വരുന്നത്. ഓക്കെ, ഡാർക്ക് ഗ്രേയിഷ് ഗ്രീൻ കളറാണ് വരുന്നത് നമ്മുടെ ഡിജിറ്റാലിസിന്റെ കളർ പറയുന്നത്. നെക്സ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് എന്താ? നേരിയ തോതിലുള്ള സ്ലൈറ്റ് ആയിട്ടുള്ള ഓർഡർ ഉണ്ട്. ടേസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ബിറ്റർ, കയ്പ് ടേസ്റ്റ് ആണുള്ളത്. ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് നമ്മുടെ കാർഡിയോട്ടോണിക്സിൽ വരുന്ന ഡിജിറ്റാലിസിന്റെ ഓർഡർ വരുന്നത് എന്താണ്? സ്ലൈറ്റ് ആണ്, നേരിയ തോതിലുള്ള ഒരു മണുണ്ട്. ടേസ്റ്റ് എന്ന് പറയുന്നത് എന്താ? കയ്പാണ് വരുന്നത് അല്ലേ. സൈസ് എന്ന് പറയുന്നത് ഏകദേശം 10 മുതൽ 40 സെന്റിമീറ്റർ വരെ നീളം വരും. വീതി വരുന്നത് 4 തൊട്ടിട്ട് 20 സെന്റിമീറ്റർ വരെ വീതി വരും കേട്ടോ. 10 സെന്റിമീറ്റർ മുതൽ 40 സെന്റിമീറ്റർ വരെ നീളം വരും. വീതി വരുന്നത് 4 സെന്റിമീറ്റർ തൊട്ടിട്ട് 20 സെന്റിമീറ്റർ വരെയാണ് അതിന്റെ വീതി വരുന്നത്. ഓക്കെ. അതിന്റെ ഷേപ്പ് വരുന്നത് ഒവേറ്റ് ലാൻഷ്യോളൈറ്റ് ആണ്. അതിന്റെ ഷേപ്പ് വരുന്നത് ഏതാണ്? ഒവേറ്റ് ലാൻഷ്യോളൈറ്റ് ആണ് വരുന്നത്. ഓക്കെ. ജസ്റ്റ് അതിന്റെ പിക്ചർ ഒന്നും നമുക്ക് പഠിക്കാനൊന്നുമില്ല. ഇതാ ഡിജിറ്റാലിസ് ലീവ്സിന്റെ ലീഫ് എന്ന് നമ്മളൊരു സെക്ഷൻ എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയാൽ കാണുന്ന ആ ഭാഗമാണ് കാണിച്ചേക്കുന്നത് കേട്ടാ. നമുക്ക് പിക്ചർ ഒന്നും പഠിക്കാനില്ല. കെമിക്കൽ കോൺസ്റ്റൻസ് നോക്കാം നമുക്ക്. ഡിജിറ്റാലിസിൽ എന്തൊക്കെ ഘടകങ്ങളാണ് അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത് കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് വരുന്നുണ്ട്. ഓക്കെ, കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് വരുന്നുണ്ട്. പർപ്യൂരേ വരുന്നുണ്ട്. കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് വരുന്നുണ്ട്. പർപ്യൂരേ വരുന്നുണ്ട്. പിന്നെ ഗ്ലൈക്കോസൈഡ്സ് എ വരുന്നുണ്ട്. ഗ്ലൈക്കോസൈഡ്സ് ഡി വരുന്നുണ്ട്. ജിറ്റാലോക്സിൻ, വെരഡോക്സിൻ, ഗ്ലൂക്കോവെരഡോക്സിൻ. ഓക്കെ, ഏതൊക്കെ വരുന്നത്? ജിറ്റാലോക്സിൻ, വെരഡോക്സിൻ, ഗ്ലൂക്കോവെരഡോക്സിൻ. വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒപ്പം ഒന്ന് മനസ്സിൽ വായിച്ചു നോക്ക് കേട്ടാ. കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് വരുന്നുണ്ട്. പർപ്യൂരേ വരുന്നുണ്ട്. ഓക്കെ, അത് പർപ്യൂരേ വരാൻ നമ്മുടെ വെറൈറ്റി പ്ലാന്റിന്റെ പേരെന്താ? ഡിജിറ്റാലിസ് പർപ്യൂരേ എന്നാണ് അല്ലേ. അപ്പൊ ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റൻസിന് എന്ത് പേര് വരുന്നുണ്ട്? പർപ്യൂരേ വരുന്നുണ്ട് അല്ലേ. അതിന് ഗ്ലൈക്കോസൈഡ്സ് എ വരുന്നുണ്ട്. ഗ്ലൈക്കോസൈഡ്സ് ബി വരുന്നുണ്ട്. ജിറ്റാലോക്സിൻ വരുന്നുണ്ട്. വെരഡോക്സിൻ വരുന്നുണ്ട്. ഗ്ലൂക്കോവെരഡോക്സിൻ. ജിറ്റാലോക്സിൻ, വെരടോക്സിൻ. ഓക്കെ, വെരഡോക്സിൻ. പിന്നെ ഏതാ വരുന്നത്? ഗ്ലൂക്കോവെരഡോക്സിൻ. കിട്ടിയോ? ജിറ്റാലോക്സിൻ, വെരഡോക്സിൻ, ഗ്ലൂക്കോവെരഡോക്സിൻ. ഓക്കെ, ഒരാൾ വായിച്ചേ. കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ്, പർപ്യൂരേ, ഗ്ലൈക്കോസൈഡ്സ് എ, ഗ്ലൈക്കോസൈഡ്സ് ബി, ജിറ്റാലോക്സിൻ, വെരഡോക്സിൻ, ഗ്ലൂക്കോവെരഡോക്സിൻ. ഓക്കെ, ഇതിന്റെ യൂസസ് നോക്കാം നമുക്ക്. ഇൻക്രീസ് എക്സൈറ്റബിലിറ്റി ഓഫ് കാർഡിയാക്കിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്. കാർഡിയാക്കിന്റെ സ്പെല്ലിംഗ് അറിയാലോ, നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ടല്ലോ. CARDIAC അല്ലേ. അതാണ് കാർഡിയാക്കിന്റെ സ്പെല്ലിംഗ് വരുന്നത്. കാർഡിയാക് മസിൽസിന്റെ എക്സൈറ്റബിലിറ്റിക്ക് വേണ്ടിയിട്ട്, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അതിന്റെ പ്രവർത്തനം കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. ഇൻക്രീസ് എക്സൈറ്റബിലിറ്റി ഓഫ് കാർഡിയാക് മസിൽസ്, നമ്മുടെ ഹൃദയത്തിന്റെ മസിൽസിന്റെ പ്രവർത്തനം കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പ്രൊഡ്യൂസ് പവർഫുൾ കോൺട്രാക്ഷൻ ഓഫ് ഹേർട്ടിന്റെ കോൺട്രാക്ഷൻ കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. എഫക്റ്റീവ് ഇൻ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ, CHF എന്ന് കേട്ടിട്ടില്ലേ, അതായത് നമ്മൾ അറ്റാക്ക് എന്നൊക്കെ പറയില്ലേ, അതായത് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഹേർട്ടിന്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കാത്ത കണ്ടീഷനിൽ അല്ലേ. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കും? കാർഡിയോട്ടോണിക്സ് കൊടുക്കും. ഓക്കെ. ഇൻക്രീസ് കാർഡിയാക് ഔട്ട്പുട്ട്, ഹൃദയത്തിന്റെ ഔട്ട്പുട്ട് കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഹൃദയമിടിപ്പൊക്കെ നല്ല രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് ഒന്നും കൂടി പറയാം യൂസസ് നോക്ക്. ഇൻക്രീസ് എക്സൈറ്റബിലിറ്റി ഓഫ് കാർഡിയാക് മസിൽസിന്റെ എക്സൈറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രവർത്തനം കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെന്താണ്? ഹേർട്ടിന്റെ കോൺട്രാക്ഷൻസ് കുറച്ചും കൂടി പവർഫുൾ ആക്കാൻ വേണ്ടി, സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ പ്രവർത്തനം ശരിക്കും നടക്കാത്ത കണ്ടീഷനിൽ നമ്മൾ എന്ത് കൊടുക്കും? കാർഡിയോടോണിക്സ് കൊടുക്കും. ഇൻക്രീസ് കാർഡിയാക് ഔട്ട്പുട്ട്, ഹൃദയമിടിപ്പ് കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഈ കാർഡിയോടോണിക്സ് ആയ ഡിജിറ്റാലിസ് ഒക്കെ കൊടുക്കും. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഒന്നും കൂടി പറയാവോ? പറയാം. ആദ്യം തൊട്ട് വേണേ. ഏതാടാ? മൂന്നാമത്തെ ഏതാണ് പറഞ്ഞോ? ആദ്യം തൊട്ട് പറയണോ? പറയാം. Cardiotonics are the drug which gives strength or energy to the activity of the heart. Activity of the heart എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ പ്രവർത്തനം അല്ലേ? ആ പ്രവർത്തനത്തിന് എനർജി അല്ലെങ്കിൽ സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. എനർജി കൂട്ടുക, സ്ട്രെങ്ത് കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയത്തിന്റെ പ്രവർത്തനം കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലേ? ശരിയായ രീതിയിൽ നടക്കാത്ത കണ്ടീഷനിൽ, ഹൃദയത്തിന്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കാത്ത കണ്ടീഷനിൽ നമ്മൾ ഹൃദയത്തിന്റെ പ്രവർത്തനം കൂട്ടാൻ വേണ്ടിയിട്ട്, അതിന്റെ പ്രവർത്തനത്തിന്റെ ആക്ടിവിറ്റി, അതിന്റെ എനർജി അല്ലെങ്കിൽ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? കാർഡിയോടോണിക്സ് കൊടുക്കുന്നത്. അതാണ് പറയുന്നത് കാർഡിയോടോണിക്സ് ആർ ദി ഡ്രഗ്. കാർഡിയോടോണിക്സ് എന്ന് പറയുന്നത് ഒരു തരം മരുന്നാണ് അല്ലേ? അതെന്താ ചെയ്യുന്നത്? വിച്ച് ഗീവ് സ്ട്രെങ്ത് ഓർ എനർജി ടു ദി, ഇത് എനർജി അല്ലെങ്കിൽ സ്ട്രെങ്ത് കൊടുക്കുന്നുണ്ട്. ആർക്ക്? ആക്ടിവിറ്റി ഓഫ് ദി ഹേർട്ടിന്റെ ആക്ടിവിറ്റിക്ക് എനർജിയും സ്ട്രെങ്ത് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു തരം ഡ്രഗ് ആണ് എന്തെന്ന് പറയുന്നത്? കാർഡിയോടോണിക്സ് എന്ന് പറയുന്നത്. കാർഡിയോടോണിക്സിൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പഠിക്കാനുള്ള ആ ഒരു ഡ്രഗ് തന്നെയുള്ളൂ. ആ ഡ്രഗിന്റെ പേരാണ് ഡിജിറ്റാലിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിജിറ്റാലിസിന്റെ സിനോണിം എന്ന് പറയുന്നത് ഡിജിറ്റാലിസ് ലീവ്സ് അല്ലെങ്കിൽ ഫോക്സ്ഗ്ലോവ് ലീവ്സ് എന്ന് പറയുന്നത്. ഡിജിറ്റാലിസ് ലീവ്സ് അല്ലെങ്കിൽ ഫോക്സ്ഗ്ലോവ് ലീവ്സ് എന്നാണ് അതിന്റെ സിനോണിം പറയുന്നത്. ഓക്കെ, സിനോണിം കിട്ടിയില്ലേ? ഡിജിറ്റാലിസ് ലീവ്സ് അല്ലെങ്കിൽ ഫോക്സ്ഗ്ലോവ് ലീവ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സിനോണിം പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബയോളജിക്കൽ സോഴ്സ് ആണ്. ബയോളജിക്കൽ സോഴ്സിൽ എന്താ പറയുന്നത്? ഡിജിറ്റാലിസ് കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് ലീവ്സ് ഓഫ് ഡിജിറ്റാലിസ് പർപ്യൂരെ ബിലോങ്ങിങ് ടു ദി ഫാമിലി സ്ക്രോഫുലാറിയാസിയെ. അതായത് ഡിജിറ്റാലിസ് പർപ്യൂരെ എന്ന് പറഞ്ഞ വെറൈറ്റി പ്ലാന്റിന്റെ ലീവ്സ് കളക്ട് ചെയ്തിട്ട് നമ്മൾ അത് ഉണക്കിയിട്ടാണ് മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഫാമിലി വരുന്നത് സ്ക്രോഫുലാറിയാസിയെ ആണ്. ഫാമിലി വരുന്നത് സ്ക്രോഫുലാറിയാസിയെ. ഓക്കെ, ഫാമിലി കിട്ടിയില്ലേ? സ്ക്രോഫുലാറിയാസിയെ ആണ് ഫാമിലി വരുന്നത്. ഓക്കെ, ബയോളജിക്കൽ സോഴ്സ് പ്രത്യേകിച്ചൊന്നുമില്ല. സ്ക്രോഫുലാറിയാസിയെ ഫാമിലിയിൽപ്പെട്ട ഡിജിറ്റാലിസ് പർപ്യൂരെ എന്ന് പറഞ്ഞ ഡിജിറ്റാലിസ് പർപ്യൂരെ എന്ന് പറഞ്ഞ വെറൈറ്റി ഡിജിറ്റാലിസിന്റെ ലീവ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ ഉണക്കിയിട്ടാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ്. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സിൽ ഡിജിറ്റാലിസിന്റെ കളർ വരുന്നത് ഡാർക്ക് ഗ്രേഷ് ഗ്രീൻ ആണ് കളർ വരുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ നേരിയ തോതിൽ ലൈറ്റ് കളർ ഒരു മണമുണ്ട് അല്ലേ? സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു മണമുണ്ട്. ടേസ്റ്റ് എന്ന് പറയുന്നത് കയ്പ് ടേസ്റ്റ് ആണുള്ളത്. ഇതിന്റെ സൈസ് പറയുന്നത് ഒരു 10 മുതൽ 40 സെന്റിമീറ്റർ വരെ നീളം വരുന്നുണ്ട്. വീതി വരുന്നത് 4 മുതൽ 20 സെന്റിമീറ്റർ വരെയാണ് വീതി വരുന്നത്. ഇതിന്റെ ഷേപ്പ് വരുന്നത് ഒവേറ്റ് ലാൻഷ്യോളേറ്റ് ആണ്. ഒവേറ്റ് ലാൻഷ്യോളേറ്റ് എന്ന് നമ്മൾ പിക്ചർ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ഒവേറ്റ് ലാൻഷ്യോളേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന് നീണ്ടിട്ട് വരുന്നത്, എന്നിട്ട് പിന്നെ ഓവൽ ഷേപ്പിൽ വരുന്നതാണ് ഒവേറ്റ് ലാൻഷ്യോളേറ്റ് എന്ന് പറയുന്ന ഷേപ്പ് വരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കെമിക്കൽ കോൺസ്റ്റൻസ് നോക്കാം. ഡിജിറ്റാലിസിന്റെ കെമിക്കൽ കോൺസ്റ്റൻസ് നോക്കാം. കാർഡിയോഗ്ലൈക്കോസൈഡ്സ് വരുന്നുണ്ട്. പിന്നെ ഗ്ലൈക്കോസൈഡ്സ് ഡി വരുന്നുണ്ട്. പിന്നെ ജിറ്റാലോക്സിൻ വരുന്നുണ്ട്. പിന്നെന്താണ്? ഗ്ലൈക്കോസൈഡ്സ് എ വരുന്നുണ്ട്. ഫസ്റ്റ് ഒന്നും കൂടി നോക്കാം. കെമിക്കൽ കോൺസ്റ്റൻസിൽ വരുന്നത് കാർഡിയോഗ്ലൈക്കോസൈഡ്സ് വരുന്നുണ്ട്, പർപ്യൂരെ വരുന്നുണ്ട്, ഗ്ലൈക്കോസൈഡ്സ് എ വരുന്നുണ്ട്, ഗ്ലൈക്കോസൈഡ്സ് ബി വരുന്നുണ്ട്, ജിറ്റാലോക്സിൻ വരുന്നുണ്ട്, വെരഡോക്സിൻ, ഗ്ലൂക്കോവെരഡോക്സിൻ. ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത് അല്ലേ? കെമിക്കൽ കോൺസ്റ്റൻസ് ഒന്നും കൂടി നോക്കിയേ. കാർഡിയോഗ്ലൈക്കോസൈഡ്സ്, പർപ്യൂരെ, ഗ്ലൈക്കോസൈഡ്സ് എ, ഗ്ലൈക്കോസൈഡ്സ് ബി, ജിറ്റാലോക്സിൻ, വെരഡോക്സിൻ, ഗ്ലൂക്കോവെരഡോക്സിൻ. ഓക്കെ, ഇനി ഇതിന്റെ യൂസസ് ആണ് നമ്മൾ പറയുന്നത്. ഇൻക്രീസ് എക്സൈറ്റബിലിറ്റി ഓഫ് കാർഡിയാക് മസിൽസിന്റെ, അതായത് നമ്മുടെ കാർഡിയാക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഹൃദയമാണ് അല്ലേ? ഹൃദയത്തിലുള്ള മസിൽസിന്റെ എക്സൈറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അത് മസിൽസിന്റെ പ്രവർത്തനം നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ട്, മെച്ചപ്പെട്ട രീതിയിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആണ് കാർഡിയോടോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഹേർട്ടിൽ എന്ത് നടക്കുന്നുണ്ട്? കോൺട്രാക്ഷൻസ് നടക്കുന്നുണ്ട് അല്ലേ? ആ കോൺട്രാക്ഷൻസ് കുറച്ചും കൂടി
സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? കാർഡിയോടോണിക്സ് കൊടുക്കുന്നുണ്ട്. അതാണ് പറയുന്നത് പ്രൊഡ്യൂസ് പവർഫുൾ കോൺട്രാക്ഷൻ ഓഫ് ദി ഹേർട്ട്. ഓക്കെ, അതായത് നമ്മുടെ ഹൃദയത്തിന്റെ പവർഫുൾ കോൺട്രാക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. കാർഡിയോടോണിക്സ് എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്? പ്രൊഡ്യൂസ് പവർഫുൾ കോൺട്രാക്ഷൻ ഓഫ് ഹേർട്ടിലെ പവർഫുൾ കോൺട്രാക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർഡിയോടോണിക്സ് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ഉള്ളവർക്ക്, അതായത് നമ്മൾ ഹൃദയത്തിന്റെ പ്രവർത്തനം ഫെയിൽ ആവുക എന്നാണ്. എന്താ ശരിക്കും നടക്കാൻ പറ്റാത്ത, തോൽവി എന്നുള്ള അർത്ഥമാണ് ഫെയിലിയർ എന്നുള്ള അർത്ഥം അല്ലെ. കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കാത്ത കണ്ടീഷനിൽ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? കാർഡിയോടോണിക്സ് കൊടുക്കുന്നുണ്ട്. കൊറോണറി അതായത് നമ്മുടെ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിന് എഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ് ആണ് കാർഡിയോടോണിക്സ് എന്ന് പറയുന്നത്. പിന്നെന്താണ്? നമ്മുടെ ഹൃദയത്തിന്റെ ഔട്ട്പുട്ട് കൂട്ടാൻ വേണ്ടി, ഹേർട്ട് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? കാർഡിയോടോണിക്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ക്ലിയർ. ഓക്കെ, ഇന്നലത്തെ ഒക്കെ വായിച്ചു നോക്കിയില്ലേ എല്ലാരും? വായിച്ചില്ലേ? വിച്ച് ടൈപ്പ് ഓഫ് ഡ്രഗ്സ് ലൂസ് ദ ബവൽസ് ഓഫ് ദ ഡ്രഗ്സ്? ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ഡ്രഗ്സ് ലൂസ് ദ ബവൽസ് ഓഫ് ദി ഡ്രഗ്സ്? ഓപ്ഷൻസ് പറയാം. ലാക്സേറ്റീവ്സ്, ആന്റി ട്യൂമർ ഡ്രഗ്സ്, ആന്റി റൊമാറ്റിക്സ്, ആന്റി അരിത്മിക് ഡ്രഗ്സ്. ലാക്സേറ്റീവ്സ് ആണ്. ഫാമിലി ഓഫ് അലോയി. ഓപ്ഷൻസ് പറയാം. ബർസറാസിയെ, സ്ക്രോഫുലാറിയാസിയെ, ലിലിയാസിയെ, യൂഫോർബിയാസിയെ. ലിലിയാസിയെ. ഫാമിലി ഓഫ് റുബാർബ്. ഓപ്ഷൻസ് പറയാം. യൂഫോർബിയാസിയെ, പോളിഗൊണാസിയെ, പ്ലാന്റാജിനാസിയെ, നിറ്റാജിനേസിയെ. പോളിഗൊണാസിയെ. ഓക്കെ. കളർ ഓഫ് റുബാർബ്. റുബാർബിന്റെ കളറാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. യെല്ലോയിഷ് വൈറ്റ്, ഡേറ്റ് ബ്ലൂ, ബ്രൗൺ ഓർ യെല്ലോ, റെഡ് ഓർ പിങ്ക്. ബ്രൗൺ ഓർ യെല്ലോ ആണ്. ഓക്കെ, ബ്രൗൺ ഓർ യെല്ലോ. വാട്ട് ഈസ് ദ സിനോണിം ഓഫ് കാസ്റ്റർ ഓയിൽ? കാസ്റ്റർ ഓയിലിന്റെ സിനോണിം ആണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. ഒളിയം റിസിനി, ഇസാബ്ഗോൾ, കാസ്റ്റർ, റിയം. ഒളിയം റസിനി. ഓക്കെ, ഒളിയം റിസിനി ആണ് ആൻസർ. വാട്ട് ഈസ് ദ സിനോണിം ഓഫ് ഇസ്പാഗുള? ഇസ്പാഗുളയുടെ സിനോണിം ആണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ് വരുന്നത് ചോദിക്കാം. ഓപ്ഷൻസ് പറയാം. ഇസാബ്ഗോൾ വരുന്നുണ്ട്. ഫസ്റ്റത്തെ സ്പെല്ലിങ് GOAL ആണ് വരുന്നത് കേട്ടോ. ഇസാബ്ഗോൾ, ഇസാബ്ഗോൾ, മ്യൂസിലേജ്, കാസ്റ്റർ, ഇസാബ്ഗോൾ ആണ്. ഓക്കെ. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് സെന്ന? സെന്നയുടെ ഫാമിലി ആണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. ഇന്ത്യൻ സെന്ന, സെന്നസൈഡ് എ, സെന്ന ലീവ്സ്, ലെഗ്യൂമിനോസേ. ഇന്ത്യൻ സെന്ന. സിനോണിംസ് അല്ലേ ചോദിച്ചേ? വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് സെന്ന? ഫാമിലി ലെഗുനോസിയ. സിനോണിംസ് ആണ് വിചാരിച്ചു. ഓക്കെ. Which type of drugs gives strength or energy to the activity of the heart? Options പറയാം. Purgatives, laxatives, cardiotonics, antihypertensives. Cardiotonics. Chemical constants of digitalis. Digitalisന്റെ chemical constants ആണ് ചോദിക്കുന്നത്. Gitaloxin, Senoside A, anthraquinone derivatives, alcohol. Gitaloxin. Which is the example of astringent? Astringentന്റെ example. Options പറയാം. കാസ്റ്റർ, കാറ്റച്ചു, സെന്ന, ഇസ്പാഗുള. ഇന്നലെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ, ആസ്ട്രിജൻ ചാപ്റ്റർ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. ആസ്ട്രിജന്റെ എക്സാമ്പിൾ ആണ് ചോദിക്കുന്നത്. കാസ്റ്റർ, കാറ്റച്ചു, സെന്ന, ഇസ്പാഗുള. ഇതാണ് കാറ്റച്ചു.
വാട്ട് ഈസ് ദ എക്സാമ്പിൾ ഓഫ് ആന്റിടസീസ്? ആന്റിടസീസിന്റെ എക്സാമ്പിൾ ഏതാണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. ഇസ്പാഗുള, വസാക്ക, ഡിജിറ്റാലിസ്, റോവോൾഫിയ. വസാക്ക. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് വസാക്ക? ഓപ്ഷൻസ് പറയാം. പാൻഡാജിനേസിയെ, നിറ്റാജിനേസിയെ, അഗാന്താസിയെ, ലെഗ്യൂമിനോസെ. അഗാന്താസിയെ. ഓക്കെ. അത് ആന്റിറ്റസീസ് ചാപ്റ്റർ 5 അല്ലേ? നമ്മൾ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു ആന്റിടസീസ്. ആണോ? അപ്പോ ഇത് കാർഡിയോടോണിക്സ് ചാപ്റ്റർ 3 അല്ലേ വരുന്നത്? 3 ആണ്. കാർഡിയോടോണിക്സ് ഇന്നലെ നോട്ട് മിസ്സിന്റെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ള പോർഷൻസ് ആണോ? ആ ഓക്കെ. ഇന്നലെ ക്ലാസ്സിൽ കേറിയിട്ടുണ്ടായിരുന്നില്ല. വാട്ട് ഈസ് കളർ ഓഫ് വസാക്ക ലീവ്സ്? വസാക്ക ലീവ്സിന്റെ കളറാണ് ചോദിക്കുന്നത്. ഡാർക്ക് ഗ്രീൻ, ഡൾ ഗ്രീൻ, യെല്ലോയിഷ് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ. ഡാർക്ക് ഗ്രീൻ. ഡാർക്ക് ഗ്രീൻ. സിനോണിം ഓഫ് തുളസി? തുളസിയുടെ സിനോണിം ആണ് ചോദിക്കുന്നത്. പറയാം. സെർപ്പന്റിന, അതത്തോട, അശ്വഗന്ധ, ഹോളി ബാസിൽ. ഹോളി ബേസിൽ. ഹോളി ബാസിൽ. വിച്ച് ഈസ് എ കെമിക്കൽ കോൺസ്റ്റന്റ് ഓഫ് തുളസി? തുളസിയുടെ കെമിക്കൽ കോൺസ്റ്റന്റ് ഏതാണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. കാരിയോഫൈലിൻ, വാസിസിൻ, വസാക്കിൻ, ഇൻഡോൾ ആൽക്കലോയിഡ്. കൂടെ പറയാവോ? വിച്ച് ഈസ് ദ കെമിക്കൽ കോൺസ്റ്റന്റ് ഓഫ് തുളസി? തുളസിയുടെ കെമിക്കൽ കോൺസ്റ്റന്റ് ആണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. കാരിയോഫൈലിൻ, വസാക്കിൻ, ഇൻഡോൾ ആൽക്കലോയിഡ്. ഏതാണ് വരുന്നത്? കാരിയോഫൈലിൻ. കാരിയോഫൈലിൻ ആണ്. വിച്ച് ഡ്രഗ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് റൊമാറ്റിസം? റൊമാറ്റിസത്തിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റത്തെ പറയാം. ഓപ്ഷൻസ് പറയാം. അശ്വഗന്ധ, വസാക്ക, ഗുഗിൾ, റുബാർബ്. ഗുഗിൾ ആണ്. ഓക്കെ. അതാണ് ഗുഗിൾ ഇന്നലെ എടുത്തിട്ടുണ്ടായി നമ്മൾ. ആന്റി റൊമാറ്റിക് ഡ്രഗ്സ് എടുത്തിട്ടുണ്ടായി. വിച്ച് ഈസ് എ ഫാമിലി ഓഫ് ഗുഗിൾ? ഗുഗിളിന്റെ ഫാമിലി ഏതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. ലിലിയാസിയെ, ബർസരാസിയെ, ലെഗൂമിനോസെ, സ്ക്രോഫുലാറിയാസിയെ. പറയാം. ഓക്കെ. ബർസറാസിയാണ്. ഓക്കെ. ഗുഗിളിന്റെ ഫാമിലി ആണ് ചോദിച്ചത്. ഫാമിലി വരുന്നത് ബർസറാസിയാണ്. ഓക്കെ. ഇത്രയാണ് നമ്മൾ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പൊ ചാപ്റ്റർ 6 വരെ എടുത്തായിരുന്നു അല്ലേ? ആന്റി റുമാറ്റിക്സ് വരെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഇനി ആന്റി ഹൈപ്പർടെൻസീവ് അല്ലേ എടുക്കാനുള്ളത്? അതെ. മിസ്, ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടോ? ഇത് ഈ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി നമ്മൾ അതിലേക്ക് എടുക്കുന്നുണ്ട്. അത് കാരണം പിന്നെ ഇടാഞ്ഞത്. നോക്കിണ്ടായിരുന്നോ? നോക്കിയിട്ടില്ല. അല്ല, ഫസ്റ്റില് ഉണ്ടല്ലോ. അതെ ഉണ്ട്. ആദ്യത്തെ നമ്മളെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ഇതെല്ലാം. ഫസ്റ്റില് ഉണ്ടോ ഇത്? ഞാൻ കണ്ടില്ല. ഉണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ആയിരുന്നല്ലോ. ഫാർമക്കോഗ്നസിയുടെയോ? അതെ. ഫസ്റ്റ് സബ്ജക്ട് ഇതായിരുന്നല്ലോ പഠിപ്പിച്ചത്. അപ്പൊ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കിക്കോളൂ. നമ്മൾ എടുക്കണേന്റെ ഒപ്പം നോക്കിക്കോളൂ. ക്ലാസ്സിൽ പറയും. എന്നാലും കൂടി ഒന്ന് നോക്കിക്കോളൂ. ഫ്രീ. അടുത്തത് ആന്റി ഹൈപ്പർടെൻസീവ് ആണോ? ആന്റി ഹൈപ്പർടെൻസീവ് ചാപ്റ്റർ 7 അല്ലേ? 7. അത് നോട്ട് ഇട്ടിട്ടുണ്ടോ? നോട്ട് ഇട്ടിട്ടില്ലല്ലേ? നോട്ട് ഇട്ടിട്ടുണ്ടാ? ഇല്ല. ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓൾറെഡി മുന്നത്തെ നോട്ട് ഇല്ലല്ലോ. ഇല്ല, ഇട്ടിട്ടില്ല. ആദ്യത്തെ 3ഉം 4ഉം ഒക്കെ വേണ്ടി 26 ചാപ്റ്റർ ഇട്ടിരിക്കുന്നത്. കെമിക്കൽ നേച്ചർ ഓഫ് ഡ്രഗ്സ്. ഞാൻ പറഞ്ഞോളാം. ഇന്നിടാൻ പറയാട്ടാ. ഓക്കെ.
അത് മുഴുവനായിട്ടും എല്ലാ ചാപ്റ്ററും ഉൾക്കൊള്ളിച്ച ഒരു PDF ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മുഴുവനായിട്ടും കൂടി ഒരെണ്ണം ഇട്ടാൽ മതിയല്ലോ. ഒത്തിരി, പക്ഷെ ഇതിൽ നമ്മള് എല്ലാം നമ്മൾ എഴുതേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഒത്തിരി എല്ലാം ഇതിലിപ്പോ ഈ നോട്ട്സിലൊക്കെ ഇത്തിരി എല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് പഠിപ്പിക്കുന്നത് അത്രയൊന്നും ഇല്ല. അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ നമ്മള് നോട്ടിലേക്ക് നമ്മൾ എഴുതുന്ന സമയത്ത് അതിന്റെ സിനോണിംസ് കഴിഞ്ഞിട്ട് പിന്നെ ബയോളജിക്കലാണ് എഴുതേണ്ടത് അല്ലേ? എന്താണ് നോട്ടിൽ എഴുതുമ്പോൾ നമ്മൾ സിനോണിം കഴിഞ്ഞിട്ട് ബയോളജിക്കൽ സോഴ്സ് ആണ് എഴുതേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് ഓർഗനോലെപ്റ്റിക് എഴുതേണ്ടത് അല്ലേ? ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ്. കാരണം ഇതില് മാറ്റി വെച്ചിരിക്കുന്നത് വ്യത്യാസമുണ്ടോ? ഇതിലൊക്കെ വ്യത്യാസമല്ലേ? ഇതൊക്കെ ഓർഗനോലെപ്റ്റിക്സ് കഴിഞ്ഞിട്ടല്ലേ? ഇതിപ്പോ കറക്റ്റാ. നേരത്തെ കഴിഞ്ഞതെല്ലാം അങ്ങനെയായിരുന്നല്ലോ. അതെ. ഓക്കെ. അങ്ങനെ ആദ്യം നമ്മളെ ഓർഡർ വരുന്നത് ആദ്യം നമ്മൾ എന്താ ചാപ്റ്റർ അതിന്റെ പഠിക്കും. പിന്നെ അതിൽ ഏതൊക്കെ ഡ്രഗ് എന്നുള്ളത് പഠിക്കും. പിന്നെ അതിന്റെ എക്സാമ്പിൾസ് പറയുമല്ലോ. ആ ചാപ്റ്ററിന്റെ ഇപ്പൊ ആന്റി ഹൈപ്പർടെൻഷൻ എന്താ നമ്മൾ ഡെഫിനിഷൻ ആദ്യം പഠിക്കും. പിന്നെ അതിൽ വരുന്ന ഡ്രഗാണ് റോവോൾഫിയ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്ന റോവോൾഫിയനെ കുറിച്ചിട്ടാണ്. റോവോൾഫിയയുടെ സിനോണിം പഠിക്കും ആദ്യം. പിന്നെ ബയോളജിക്കൽ സോഴ്സ്. സിനോണിം എന്ന് പറഞ്ഞാൽ എന്താ? റോവോൾഫിയക്ക് വേറെ എന്തെങ്കിലും വിളിപ്പേരോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പഠിക്കും. ബയോളജിക്കൽ സോഴ്സ് ഏത് വെറൈറ്റി എന്നാണ്, ഏത് ഭാഗമാണ്, ഏത് ഫാമിലി ഉൾപ്പെടുന്ന ഡ്രഗാണ് നമ്മൾ മെഡിസിൻ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ബയോളജിക്കൽ സോഴ്സിൽ നമ്മൾ പഠിക്കുക. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ്. അതിന്റെ കളർ എങ്ങനെയാണ്, കാണാൻ എങ്ങനെയാണെന്നുള്ളത്, കളറ്, മണം, ടേസ്റ്റ്, സൈസ്, ഷേപ്പ് ഒക്കെ നമ്മൾ പഠിക്കും. പിന്നെ നമ്മൾ വരുന്നത് ഇതിൽ വരുന്ന കെമിക്കൽ കോൺസ്റ്റൻസ്, അതിൽ എന്തൊക്കെ ഘടകങ്ങളാണ് അടങ്ങിയിട്ടുള്ളതെന്ന് പഠിക്കും. പിന്നെ ഈ ഡ്രഗ് എന്തൊക്കെ ഈ ഉപയോഗത്തിന് ആന്റി ഹൈപ്പർടെൻസിന് ഓൾറെഡി നമ്മൾ പഠിക്കുന്നുണ്ട്. അത് കൂടാണ്ട് വേറെ എന്തെങ്കിലും ഉപയോഗങ്ങൾ ഉണ്ടോ എന്നുള്ളത് അതൊക്കെ യൂസസിൽ പഠിക്കും നമ്മൾ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചാപ്റ്റർ പഠിക്കേണ്ടത്. നമ്മളിപ്പോൾ ഇതൊക്കെ കോക്കണോസി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒന്നും കൂടി റിവിഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാലൊക്കെ സെറ്റ് ആവും. കോക്കണോസി പിന്നെ പേരുകളൊക്കെയാണ് നമ്മൾ പഠിക്കുമ്പോൾ ഫാമിലി വെറൈറ്റിയുടെ ഒക്കെ പേരുകളാണ് ഒരു ബുദ്ധിമുട്ടായിട്ട് വരുള്ളൂ. ഇപ്പൊ കണ്ടില്ലേ, ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ആകെ ഇത്രയേ ഉള്ളൂ. അതിന്റെ ഡെഫിനിഷൻ ഒരു എക്സാമ്പിളേ ഉള്ളൂ. അല്ല ഇതിപ്പോ കറക്റ്റാ. ഇതിപ്പോ കറക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നേരത്തെ ചാപ്റ്റേഴ്സ് എല്ലാം ഒത്തിരി ഉണ്ടായിരുന്നു. എക്സ്പാൻഡ് ചെയ്തിട്ടാണ് കൊടുത്തിരുന്നത്. ഇതിപ്പോ കറക്റ്റ് ആയിട്ട് ആവശ്യമുള്ളത് മാത്രമേ നമുക്ക് ഇട്ടിട്ടുള്ളൂ. ഈ ചാപ്റ്റർ 7 മുതൽ. മറ്റേത് ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ എല്ലാം എഴുതണോ നമ്മള്? മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മുടെ തിയറി പോർഷൻസ് ഒക്കെ അല്ലേ? അതെ കൂടുതലുണ്ട്. അതുണ്ട്. അപ്പൊ അതൊന്നും നോട്ടിലേക്ക് എഴുതണ്ടല്ലോ, എഴുതേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാതും വേണ്ട. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഇത്രയും മാത്രം എഴുതിയതല്ലേ? അതിൻ്റെ അകത്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നു വെച്ചാൽ ആ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്തിട്ടൊന്ന് പഠിച്ചോളൂ. അല്ലാണ്ട് ഉള്ളത് വേണ്ട. ഓക്കെ. ക്ലാസ് നോട്ട് ഇത് തന്നെ. അല്ല, ആദ്യത്തെ നോട്ട്സ് ഇതുപോലെ. ഇതിലെ ചാപ്റ്റർ 7 മുതലാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് നോട്ട് കറക്റ്റ് ആയിട്ടുള്ളത് തന്നിട്ടുള്ളത്. 7 മുതലാണ് കറക്റ്റ് ആയിട്ട് തന്നിട്ടുള്ളത്. കറക്റ്റ്. ഓക്കെ. ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് നോക്കാം. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അറിയാൻ തന്നെ നമുക്കറിയാം അല്ലേ? ബ്ലഡ് പ്രഷറാണ്, BP ആണ് അല്ലേ? ആന്റി ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? BP അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറിനെയാണ് അല്ലേ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആന്റി ഹൈപ്പർ കൂടിയ BP. ഓക്കെ, ഹൈ ബ്ലഡ് പ്രഷറിനെയാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഹൈപ്പർ ടെൻഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ ആന്റി ഹൈപ്പർടെൻസീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്. ദ മെഡിക്കമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മരുന്ന്, ഡ്രഗ് എന്നുള്ള അർത്ഥം അല്ലേ? ദ മെഡിക്കമെന്റ്സ് ഗിവൺ ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഹൈ ബ്ലഡ് പ്രഷർ. അതായത് നമ്മുടെ BP, അതായത് ബ്ലഡ് പ്രഷർ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ദ മെഡിക്കമെന്റ്സ് ഗിവൺ ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഹൈ ബ്ലഡ് പ്രഷർ. ഹൈ ബ്ലഡ് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ, നമ്മുടെ ബ്ലഡ് പ്രഷർ ഹൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ ആന്റി ഹൈപ്പർടെൻസീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? സ്ക്രീൻ ഒന്ന് വലുതാക്കാവോ? കുഞ്ഞക്ഷരങ്ങളാ, ഇത്തിരി ഒന്ന് വലുതാക്കാവോ? ഓക്കെ. കാണുന്നില്ലേ? ഇച്ചിരി കൂടെ വലുതാക്കിയാ കൊള്ളാം. ഇത് മാക്സിമം ആണ്.
ആണോ? ആയിക്കോട്ടെ. കണ്ണ് കാണാൻ പാടില്ല. കുഴപ്പമില്ല. കാണുന്നില്ലേ? ഇപ്പൊ ക്ലിയർ അല്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്ന റോവോൾഫിയാണ്. റോവോൾഫിയുടെ സിനോണിം വരുന്നത് റവോൾഫിയ. എന്താണ് പറയുന്നത്? റോവോൾഫിയ വരുന്നത് റോവോൾഫിയ. മിനിറ്റ്. അതിന്റെ സിനോണിം വരുന്നത് റവോൾഫിയ റൂട്ടാണ് വരുന്നത് കേട്ടോ. റവോൾഫിയ റൂട്ട് വരുന്നുണ്ട്. പിന്നെ വരുന്നത് സർപ്പഗന്ധ. എന്താണ് വരുന്നത്? സർപ്പഗന്ധ. ഓക്കെ. സിനോണിം വരുന്നത് റവോൾഫിയ റൂട്ടാണ് വരുന്നത് കേട്ടോ. റവോൾഫിയുടെ സ്പെല്ലിംഗ് എഴുതിയിട്ട് പിന്നെ റൂട്ടിന്റെ സ്പെല്ലിംഗ് ആണ് വരുന്നത്. റൂട്ടില്ലേ, ROOT റൂട്ട്. റവോൾഫിയ റൂട്ട് വരുന്നുണ്ട്. പിന്നെ വരുന്നത് സർപ്പഗന്ധ എന്നാണ് കേട്ടോ. സർപ്പഗന്ധ അതിൽ മിസ്റ്റേക്ക് ഉണ്ട്. SAR PA പിന്നെ ഗന്ധയുടെ സ്പെല്ലിംഗ് GANDHA സർപ്പഗന്ധ. പിന്നെ നെക്സ്റ്റ് വരുന്നത് സ്നേക്ക് റൂട്ട്. അങ്ങനെ 3 സിനോണിംസിലാണ് എന്തറിയപ്പെടുന്നത്? റോവോൾഫിയ അറിയപ്പെടുന്നത്. ഓക്കെ. റോവോൾഫിയ അറിയപ്പെടുന്നത്. റോവോൾഫിയയുടെ സിനോണിം വരുന്നത് റോവോൾഫിയ റൂട്ട്, സർപ്പഗന്ധ, പിന്നെ വരുന്നത് സർപ്പഗന്ധ, സ്നേക്ക് റൂട്ട്. അങ്ങനെ 3 സിനോണിമാണ് വരുന്നത്. ഫസ്റ്റത്തെ ഏതൊക്കെ പറഞ്ഞത്? റോവോൾഫിയ റൂട്ട്, പിന്നെ സർപ്പഗന്ധ, സ്നേക്ക് റൂട്ട്. സ്നേക്ക് റൂട്ട്. അങ്ങനെ 3 പേരാണ് റോവോൾഫിയക്ക് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത്, ഇത് ക്ലിയർ അല്ലേ? സിനോണിം ക്ലിയർ അല്ലേ? 3 കിട്ടണില്ലേ? ക്ലിയർ ആണ്. ഓക്കെ. റോവോൾഫിയ റൂട്ട്, സർപ്പഗന്ധ, സ്നേക്ക് റൂട്ട്. പിന്നെ ബയോളജിക്കൽ സോഴ്സ് ആണ് പറയുന്നത്. റോവോൾഫിയ കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് റൂട്ട്സ് ഓഫ് ദ പ്ലാന്റ് നോൺ ആസ് റോവോൾഫിയ സർപ്പന്റിന ബിലോങ്ങിങ് ടു ദി ഫാമിലി അപ്പോസൈനാസിയേ. ബയോളജിക്കൽ സോഴ്സ് നോക്കാം നമുക്ക്. ബയോളജിക്കൽ സോഴ്സ് നോക്കാം. റോവോൾഫിയ നമ്മൾ നോക്കുകയാണെങ്കിൽ റോവോൾഫിയയുടെ ഒരു വെറൈറ്റി വരുന്നുണ്ട്. റോവോൾഫിയ സർപ്പന്റിന എന്ന് പറഞ്ഞൊരു വെറൈറ്റി വരുന്നുണ്ട്. റോവോൾഫിയ ഇനത്തിൽപ്പെട്ട തന്നെ ഒരു വെറൈറ്റിയാണ് റോവോൾഫിയ സർപ്പന്റിന എന്ന് പറയുന്നത്. ഈ റോവോൾഫിയ സർപ്പന്റിനയുടെ റൂട്ട്സ്, അതായത് വേര് നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ ഉണക്കും. ഉണക്കിയിട്ടാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട്, മരുന്നൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. റോവോൾഫിയ ഏത് ഫാമിലിയിലാണ് ഉൾപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പോസൈനാസിയെ. ഏത് ഫാമിലിയാണ് വരുന്നത്? അപ്പോസൈനാസിയെ എന്ന് പറഞ്ഞൊരു ഫാമിലിയാണ് ഉൾപ്പെടുന്നത്. ഓക്കെ. റോവോൾഫിയ കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് റൂട്ട്സ് ഓഫ് ദ പ്ലാന്റ് നോൺ ആസ് റോവോൾഫിയ സർപ്പന്റിന ബിലോങ്ങിങ് ടു ദി ഫാമിലി അപ്പോസൈനാസിയാണ് ഫാമിലി വരുന്നത്. ഓക്കെ. റോവോൾഫിയ ക്ലിയർ അല്ലേ? റോവോൾഫിയയുടെ ഏത് വെറൈറ്റിയാണ് പറഞ്ഞത് നമ്മൾ? റോവോൾഫിയ സർപ്പന്റീന ഇനത്തിൽപ്പെട്ട ചെടിയുടെ വേരാണ് നമ്മൾ മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് വേര് നമ്മൾ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഉണക്കും അല്ലേ. ഡ്രൈ ചെയ്യാൻ എന്താ? ഉണക്കും.
ഉണക്കിയിട്ട് മെഡിസിൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഫാമിലി വരുന്നത് അപ്പോസൈനാസിയെ ആണ്. ഫാമിലി വരുന്നത് അപ്പോസൈനാസിയെ. ഇത്രയും ക്ലിയർ അല്ലേ? ആ clear ആണ്. ക്ലിയർ ആണ് മാം. ഓക്കെ. നെക്സ്റ്റ് ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ് പറയുന്നത്. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ഈ റോൾഫിയ കാണാൻ എങ്ങനെയാണെന്ന്. ഓക്കെ, റോൾഫിയയുടെ പിക്ചർ കണ്ടിട്ടുണ്ടായില്ല അല്ലേ? ഇതാണ് റോൾഫിയ ട്ടാ. കണ്ടില്ലേ റോൾഫിയ കണ്ടില്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? കണ്ട്. കാണാം. കാണാം. ഇതിന്റെ ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് നോക്കാം നമുക്ക്. റോൾഫിയുടെ കളർ വരുന്നത് ഇതിന്റെ റൂട്ട് ബാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ മറ്റേ വേരിന്റെ ആ ഭാഗത്തുള്ള തടി അല്ലേ, തടി വരുന്നത് ഗ്രേയിഷ് യെല്ലോ ടു ബ്രൗൺ. ഇങ്ങനെ വരുന്ന ഒന്നാമത് നമ്മുടെ എക്സാമിന് ഇങ്ങനെ വലിയ കളറൊന്നും ചോദിക്കില്ല. കാരണം വെച്ചാൽ എന്താ, ഇത് വരുന്നത് കളർ നീണ്ട കളറാണ് വരുന്നത് അല്ലേ. ഓപ്ഷൻസിൽ എന്താ ചോദിക്കുന്നത്, ബാർക്ക് ഗ്രേയിഷ് യെല്ലോ ടു ബ്രൗൺ. പിന്നെ അതിന്റെ വുഡിന്റെ കളർ, തടിയുടെ കളർ എന്താ വരുന്നത്, പെയിൽ യെല്ലോ ആണ് അല്ലേ. അപ്പൊ ഇങ്ങനത്തെ കളറൊന്നും ചോദിക്കില്ല. സിമ്പിൾ. ഇപ്പൊ ടേസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ ബിറ്റർ, അങ്ങനെ ചെറിയ ചെറിയ വൺ വേർഡ്സ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെയൊക്കെയാണ് കൂടുതലായിട്ടും ചോദിക്കുക. ഓക്കെ, റോവോൾഫിയയുടെ കളർ ചോദിക്കുകയാണെങ്കിൽ എന്താ ചോദിക്കുക നമ്മൾ, റൂട്ട് ബാർക്ക് ഏത് കളറാണ് വരുന്നത്, ഗ്രേയിഷ് ബ്രൗൺ ടു ബ്രൗൺ കളറാണ് വരുന്നത്. ഗ്രേ കളറും ഗ്രേയിഷ് ബ്രൗൺ, ഒരു ഗ്രേ കളർ ചേർന്നൊരു മഞ്ഞ അല്ലെങ്കിൽ ബ്രൗൺ കളർ ആയിരിക്കാം. ഇതിന്റെ തടി ഭാഗം വുഡിന്റെ കളർ വരുന്നത്, റൂട്ട് ബാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ കളർ ഇത് വരുന്നത്, റൂട്ട് ബാർക്ക് ഇതിന്റെ വേരിന്റെ കളർ അല്ലേ, വേരിന്റെ കളർ വരുന്നത് വേരിന്റെ കളറാണ് വരുന്നത്. ഗ്രേയിഷ് യെല്ലോയിഷ് ടു ബ്രൗൺ ആണ് വരുന്നത്. ഗ്രേയിഷ് യെല്ലോയിഷ് ടു ബ്രൗൺ ആണ് എന്തിന്റെ കളർ വരുന്നത്, റൂട്ട് ബാർക്കിന്റെ കളർ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വുഡിന്റെ കളറാണ്. വുഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിന്റെ തടിയുടെ കളർ അല്ലേ. തടിയുടെ കളർ വരുന്നത് പെയിൽ യെല്ലോ കളറാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ ഓർഡർ ആണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ, ഇതിന്റെ മണം അല്ലേ. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ, ഇതിന്റെ സ്മെല്ലാണ് വരുന്നത്. സ്മെൽ എന്താ വരുന്നത്, ഓർഡർലെസ് ആണ് അല്ലേ. പ്രത്യേകിച്ച് മണമൊന്നുമില്ല. ഇതിന്റെ ടേസ്റ്റ് ആണെങ്കിൽ എന്താ വരുന്നത്, ടേസ്റ്റ് ബിറ്റർ ആണ്, കയ്പ് ടേസ്റ്റ് ആണുള്ളത്. ഓക്കെ, അതായത് ഇതിന്റെ കളറാണ് ആദ്യം പറയുന്നത്. ഇതിന്റെ റൂട്ട് ബാർക്ക് വരുന്നത് ഗ്രേയിഷ് യെല്ലോയിഷ് ടു ബ്രൗൺ കളറാണ് വരുന്നത്. വുഡ് ആണെങ്കിൽ തടി ഭാഗമാണെങ്കിൽ ഒരു
പെയിൽ എന്ന് പറഞ്ഞാൽ എന്താ, മങ്ങിയ ഒരു മഞ്ഞ കളറാണ് വരുന്നത്, മഞ്ഞ നിറം. ഓക്കെ, മങ്ങിയ ഒരു മഞ്ഞ നിറമാണുള്ളത്. പിന്നെ ഓർഡർ ആണ് പറയുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ, മണം അല്ലെ. മണം എന്ന് പറഞ്ഞാൽ എന്താ, മണം ഇല്ല. ഓക്കെ. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടേസ്റ്റ് ആണ്. ടേസ്റ്റ് എന്ന് പറയുന്നത് ഏതാ വരുന്നത്, ബിറ്റർ ആണ്, കയ്പ് ടേസ്റ്റ് ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ സൈസ് ആണ് പറയുന്നത്. ഏകദേശം 10 മുതൽ 15 സെന്റിമീറ്റർ വരെ നീളം ഉണ്ടായിരിക്കും. ഏകദേശം ഇതിന്റെ വേര് എന്ന് പറയുന്നത് എത്ര നീളം ഉണ്ടായിരിക്കും, 10 മുതൽ 15 സെന്റിമീറ്റർ വരെ നീളം ഉണ്ടായിരിക്കും. വീതി എന്ന് പറയുന്നത് ഏകദേശം 1 മുതൽ 3 സെന്റിമീറ്റർ വരെയാണ് ഇതിന്റെ കനം ഉണ്ടാവുക അല്ലെ, ഡയമീറ്റർ. ഓക്കെ, ഇതിന്റെ വീതി ഉണ്ടാവുക. ഈ റൂട്ടിന്റെ വീതി എത്രയാണ് വരുന്നത്, 1 മുതൽ 3 സെന്റിമീറ്റർ വരെയാണ് ഇതിന്റെ വീതി ഉണ്ടാവുക. ഓക്കെ. നീളം പറയുന്നത് 10 മുതൽ 15 സെന്റിമീറ്റർ വരെ നീളം ഉണ്ടായിരിക്കും. വീതി പറയുന്നത് 1 മുതൽ 3 സെന്റിമീറ്റർ വരെയാണ് ഇതിന്റെ വീതി ഉണ്ടാവുക. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ ഷേപ്പ് ആണ്. റൂട്ട്സ് ആർ സബ് സിലിണ്ട്രിക്കൽ. സബ് സിലിണ്ട്രിക്കൽ എന്ന് പറഞ്ഞ ഷേപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? സബ് സിലിണ്ട്രിക്കൽ കുറ്റി പോലെ. കുറ്റി പോലെയാണ് സിലിണ്ട്രിക്കൽ എന്ന് പറഞ്ഞാല്. സബ് സിലിണ്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ രീതിയിൽ വ്യത്യാസം വരും അല്ലെ, കൂടിയും കുറഞ്ഞും വരില്ലേ. നമ്മള് പേരാകുമ്പോ എന്തുണ്ടാവും, ഒരേ ഇതിലാണോ തുമ്പ് വരെ ഉണ്ടാവുക, അല്ല അല്ലെ. അതിന്റെ തെറ്റെത്തണ വരെ എന്തുണ്ടാവും, വീതി കുറഞ്ഞു വരും. വ്യത്യസ്തമാണ്. അത് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സബ് സിലിണ്ട്രിക്കൽ എന്ന് പറയുന്നത്. അതായത് വീതിയിൽ വന്നിട്ട് അത് വീതി കുറഞ്ഞിട്ട് പിന്നെ 4 പോലെയായിട്ട് അടിയിലേക്ക് പോകും അല്ലെ. അതാണ് വേരിന്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ്, ആ ഷേപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വീതി ഇങ്ങനെ കുറഞ്ഞു വരുന്ന ഷേപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സബ് സിലിണ്ട്രിക്കൽ. സബ് ആണ് വരുന്നത് കേട്ടോ, SUB ആണ് കേട്ടോ, സബ് സിലിണ്ട്രിക്കൽ. സബ് ആണ് കേട്ടോ, SUB, സബ് സിലിണ്ട്രിക്കൽ ആണ് അതിന്റെ ഷേപ്പ് വരുന്നത്. SUB നമ്മൾ മുന്നേ ഇതിലതുപോലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പഠിച്ചിട്ടു. അതെ അതെ, മാറ്റി അത് ക്ലിയർ ചെയ്തതാന്നു. പഠിച്ചിട്ടുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് കെമിക്കൽ കോൺസ്റ്റൻസ് നോക്കാം. ഇൻഡോൾ ആൽക്കലോയിഡ്സ് വരുന്നുണ്ട്, ഇൻഡോളിൻ ആൽക്കലോയിഡ്സ്. വായിച്ചോളോ കേട്ടോ, ഒപ്പം മനസ്സിലൊന്ന് വായിച്ചോളോ. ഇൻഡോൾ ആൽക്കലോയിഡ്സ് വരുന്നുണ്ട്, ഇൻഡോളിൻ ആൽക്കലോയിഡ്സ് വരുന്നുണ്ട്, ഇൻഡോലെനിൻ ആൽക്കലോയിഡ്സ് വരുന്നുണ്ട്. ഇൻഡോലെനിൻ എന്താ വരുന്നത്, ഇൻഡോലെനിൻ ആൽക്കലോയിഡ്സ് വരുന്നുണ്ട്. ഓക്സി ഇൻഡോൾ ആൽക്കലോയിഡ്സ് വരുന്നുണ്ട്. ഓക്സി OXY ഉണ്ട് കേട്ടോ അതിന്റെ ഇടയിൽ. ഓക്സി ഇൻഡോൾ ആൽക്കലോയിഡ്സ് ആണ് കേട്ടോ. ഓക്സി ഇൻഡോൾ അല്ല, ഓക്സി ഇൻഡോൾ ആൽക്കലോയിഡ്സ്. OXY ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഇൻഡോൾ ആൽക്കലോയിഡ്സ് വരുന്നുണ്ട്. അതാണ് ഓക്സി ഇൻഡോൾ ആൽക്കലോയിഡ്സ് വരുന്നുണ്ട്. സ്യൂഡോ ഇൻഡോക്സി ആൽക്കലോയിഡ്സ് വരുന്നുണ്ട്. സ്യൂഡോ ഇൻഡോക്സി ആൽക്കലോയിഡ്സ് വരുന്നുണ്ട്. ഒന്നും കൂടി ഞാൻ വായിക്കാം, എന്നിട്ട് നിങ്ങൾ കേട്ടിട്ട് ഒന്നും കൂടി വായിക്കേട്ടാ. ഏതൊക്കെ വരുന്നത്, ഇൻഡോൾ ആൽക്കലോയിഡ്സ് വരുന്നുണ്ട്, പറഞ്ഞേ. ഇൻഡോളിൻ ആൽക്കലോയിഡ്സ്, ഇൻഡോളിൻ ആൽക്കലോയിഡ്സ്, ഇൻഡോളെനിൻ ആൽക്കലോയിഡ്സ്, ഓക്സി ഇൻഡോൾ ആൽക്കലോയിഡ്സ്, സ്യൂഡോ ഇൻഡോക്സി ആൽക്കലോയിഡ്സ്. സ്യൂഡോ പി സൈലന്റ് ആണ് കേട്ടോ, നമ്മൾ പറയുമ്പോൾ സ്യൂഡോ ഇൻഡോക്സി ആൽക്കലോയിഡ്സ്. കെമിക്കൽ കോൺസ്റ്റന്റ് ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് യൂസസ് ആണ്, ഇതിന്റെ ഉപയോഗങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ട്രീറ്റ്മെന്റ് ഓഫ് ഹൈപ്പർ ടെൻഷനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, അതായത് ഹൈ ബ്ലഡ് പ്രഷറിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ആൻസൈറ്റി എന്ന് എന്താ, ഉത്കണ്ഠ, ടെൻഷൻ അല്ലേ. ടെൻഷൻ എന്നൊക്കെ ഉള്ളത് തന്നെയാണ് ആൻസൈറ്റി പറയുന്നത്. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മരവിപ്പ് അല്ലേ. പിന്നെ കാർഡിയാക് അരിത്മിയ എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കാർഡിയാക് അരിത്മിയ ഹാർട്ട് അറ്റാക്ക് ആണോ. ഇനി മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ രണ്ടും കാണിച്ചു തരാം. എന്താണെന്ന് ഞാൻ ഒന്നും കൂടി നോക്കിയിട്ട് പറഞ്ഞുതരാം. കാർഡിയാക് അരിത്മിയ, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. ആദ്യം യൂസസ് മാത്രം ജസ്റ്റ് വായിക്കാം, എന്നിട്ട് അതിന്റെ യൂസും കൂടി ഒന്നും കൂടി നോക്കാം കേട്ടോ. ബ്രോങ്കൈറ്റിസ്. ഓക്കെ, ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊണ്ടയുടെ ബുദ്ധിമുട്ടാണ് അല്ലെ. ആസ്മ എന്ന് പറഞ്ഞാൽ വെളിവാണ്. ഗ്യാസ്ട്രിക് അൾസർ എന്ന് പറഞ്ഞാൽ വയറിന്റെ ഉള്ളിൽ മുഴ പോലെ ഫോം ചെയ്യുക, പുണ്ണുകൾ ഫോം ചെയ്യുക അല്ലെ. ഹിപ്നോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മയക്കം പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, കാർഡിയാക് അരിത്മിയം, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. ഹൃദയസ്തംഭനം,
കാർഡിയാക് അരിത്മിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയസ്പന്ദനം ഉണ്ടല്ലോ, ഹൃദയമിടിപ്പിൽ വരുന്ന വ്യത്യാസത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കാർഡിയാക് അരിത്മിയ എന്ന് പറയുന്നത് കേട്ടോ. കാർഡിയാക് അരിത്മിയ ക്ലിയർ അല്ലേ? കാർഡിയാക് അരിത്മിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയമിടിപ്പിൽ വരുന്ന വ്യത്യാസത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കാർഡിയാക് അരിത്മിയ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഏതാ പറഞ്ഞത്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ അല്ലേ? മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൃദയാഘാതം. മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഹൃദയാഘാതം. ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ എന്താണ് അണുബാധ പിന്നിലേക്ക് ബ്രോങ്കോയിലേക്ക് ഇറങ്ങുന്നു. നമ്മുടെ എന്താണ്, നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന്റെ എന്താണ് ഇൻഫെക്ഷന്റെ മൂലം നമുക്ക് ചുമ, കഫം, ശ്വാസതടസ്സം, നെഞ്ഞുവേദനയൊക്കെ ഉണ്ടാവുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാ, ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത് അല്ലേ? ബ്രോങ്കൈറ്റിസ് പിന്നെ എന്തായിട്ട് മാറും, നെഞ്ഞുവേദനയായിട്ട് മാറും. ബ്രോങ്കൈറ്റിസ് ക്ലിയർ അല്ലേ? ബ്രോങ്കൈറ്റിസ് എന്താ, നമ്മുടെ ഏതെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ മൂലം മൈക്രോ ഓർഗാനിസത്തിന്റെ അണുബാധ മൂലം അല്ലെ, അണുബാധ മൂലം നമുക്ക് എന്തുണ്ടാവും, നമ്മുടെ തൊണ്ടയിലേക്ക് ചുമ, കഫം, ശ്വാസതടസ്സം, നെഞ്ഞുവേദനയൊക്കെ ഉണ്ടാവും. ഇതിനെ ട്രീറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഇതിനെ ട്രീറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, എന്താ യൂസ് ചെയ്യുന്നത്, ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ്. ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗിൽ നമ്മൾ പഠിച്ചത് ഏതാ, റോവോൾഫിയ. അപ്പോൾ റോവോൾഫിയ ആണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, ബ്രോങ്കൈറ്റിസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. മയോകാർഡിയൽ ഇൻഫെക്ഷനെതിരായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാർഡിയാക് അരിത്മിയക്കെതിരെ യൂസ് ചെയ്യുന്നുണ്ട്. ഹൈപ്പർ ടെൻഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ മരവിപ്പാണ് അല്ലേ. ബ്രോങ്കൈറ്റിസ്, ആസ്മ നമുക്കറിയാം വെരിവാണ് അല്ലേ. ഗ്യാസ്ട്രിക് അൾസർ എന്ന് പറഞ്ഞാൽ എന്താ, വയറിൻ്റെ ഉള്ളിൽ പുണ്ണൊക്കെ ഉണ്ടാവുന്നത് അല്ലേ. ഹിപ്നോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ, ഹിപ്നോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സെഡേഷൻ പ്രൊഡ്യൂസ്. ഇത്രയും ക്ലിയർ അല്ലേ യൂസസ്? ഫസ്റ്റിന് നമ്മൾ റോൾഫി എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, ഹൈപ്പർ ടെൻഷൻ്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ആകാംക്ഷ, ടെൻഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മരവിപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ് കാർഡിയാക് അരിത്മിയ, ഹേർട്ട് റേറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനെയാണ് നമ്മൾ കാർഡിയാക് അരിത്മിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് മയോകാർഡിയൽ ഇൻഫെക്ഷൻ ആണ്. മയോകാർഡിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഹൃദയാഘാതത്തിനെയാണ് പറയുന്നത് അല്ലേ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബ്രോങ്കൈറ്റിസ് ആണ്. നമ്മുടെ അണുബാധ മൂലം നമ്മുടെ തൊണ്ടയിൽ കഫം, ചുമ, ശ്വാസതടസ്സമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് എന്തിലേക്ക് മാറും, നെഞ്ഞുവേദനയ്ക്കൊക്കെ മാറും അല്ലേ. അതൊക്കെയാണ് ബ്രോങ്കൈറ്റിസ് പറയുന്നത്. ബ്രോങ്കൈറ്റിസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റോൾഫിയ കൊടുക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ആസ്മയാണ്. ആസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലിവാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഗ്യാസ്ട്രിക് അൾസർ ആണ്. ഗ്യാസ്ട്രിക് അൾസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വയറിലുണ്ടാവുന്ന ഒക്കെയാണ് നമ്മൾ ഗ്യാസ്ട്രിക് അൾസർ എന്ന് പറയുന്നത്. ഹിപ്നോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ, മയക്കം. ഓക്കെ, മയക്കം പ്രൊഡ്യൂസ് ചെയ്യാനാണ് ഹിപ്നോട്ടിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് 8ാമത്തെ ചാപ്റ്റർ വരുന്നത് ആന്റി ട്യൂമർ ഡ്രഗ് ആണ്. ആന്റി ട്യൂമർ. ഓക്കെ, അതിനേക്കാളും മുന്നേ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വിച്ച് ഈസ് ദ എക്സാമ്പിൾ ഓഫ് ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗിന് എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. തുളസി, പിൻക, ഡിജിറ്റാലിസ്, റോവോൾഫിയ. റോവോൾഫിയ ആണ്.
അത് കഴിഞ്ഞിട്ട് വരുന്നത് വാട്ട് ഈസ് ദ ടേസ്റ്റ് ഓഫ് റോവോൾഫിയ. റോവോൾഫിയയുടെ ടേസ്റ്റ് ചോദിക്കുന്നുണ്ട്. ഓപ്ഷൻസ് പറയാം: സോൾട്ടി, സോർ, ബിറ്റർ, സ്വീറ്റ്. ബിറ്റർ. ബിറ്റർ ആണ്. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് റോവോൾഫിയ. റോവോൾഫിയയുടെ ഫാമിലിയാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം: അപ്പോസൈനാസിയെ, ബർസനാസിയെ, സ്ക്രോഫുലാറിയാസിയെ, ലെഗ്യൂമിനോസെ. അപ്പോസൈനാസി. അപ്പോസൈനാസിയെ. വാട്ട് ഈസ് ദ ഫാമിലി. ആന്റി ട്യൂമർ. ട്യൂമർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്യാൻസറിനെയാണ് പറയുന്നത് അല്ലേ. ആന്റി 3 ട്യൂമർ ക്വസ്റ്റ്യൻസേ ഉള്ളോ? ക്വസ്റ്റ്യൻസ് ഈ ഭാഗം തന്നെയാണ്, ഇത്രയാണ് ചോദിച്ചിട്ടുള്ളൂ ഇത്രേ കേട്ടോ. ഉള്ളൂ. ഓക്കെ. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ കോക്കണോസി അന്ന് ഒരു 3-4 ചാപ്റ്റർ ഒക്കെ വെച്ചിട്ടാണ് ഡെയിലി എടുത്തിരുന്നത്. കോക്കണോസിൽ പിന്നെ അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ്. എന്നാലും നമ്മൾ പഠിക്കുമ്പോൾ ഡെഫിനേഷൻ ആദ്യം പഠിക്കുക, പിന്നെന്താണ് സിനോണിംസ്, ബയോളജിക്കൽ, വെറൈറ്റി പഠിക്കുക, ഫാമിലി പഠിക്കുക. ഓക്കെ. ആന്റി ട്യൂമർ ഡ്രഗ്സ് ആർ യൂസ്ഡ് ഇൻ ദി ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ. ഓക്കെ, അതായത് ആന്റി ട്യൂമർ ഡ്രഗ് എന്ന് പറഞ്ഞാൽ ആ ഡെഫിനിഷൻ മതി കേട്ടോ. ദ ഡ്രഗ്സ് യൂസ്ഡ് ഇൻ ദി ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ ഓർ കാർസിനോജനിക് ഗ്രോത്ത്. കാർസിനോജനിക് ഗ്രോത്തിന് അല്ലെങ്കിൽ ക്യാൻസറിനെതിരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ ആന്റി ട്യൂമർ ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആന്റി ട്യൂമർ ഡ്രഗ്സ് ആർ യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ. ആന്റി ട്യൂമർ ഡ്രഗ്സ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. ഓക്കെ, അല്ലെങ്കിൽ കാർസിനോജനിക് ഗ്രോത്ത്. കാർസിനോജനിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാലും ക്യാൻസർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാലൊക്കെ എന്താണ്, സെയിം തന്നെയാണ് കേട്ടോ. ഈസ് ആൻ അബ്നോർമൽ, അതായത് സാധാരണയായിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഗ്രോത്തിനേക്കാളും എന്തുണ്ടായിരിക്കും, അവിടെ ഒരു ക്യാൻസർ സെൽസ്, അതായത് നമ്മുടെ ഒരു സെല്ല് കൂടുതലായിട്ട് ടിഷ്യൂ ഫോം ചെയ്യൂല, അതാണ് പറയുന്നത്. മാസ് ഓഫ് ന്യൂ ടിഷ്യൂ. എങ്ങനെയാണ് ക്യാൻസർ വരുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. മാസ് ഓഫ് ന്യൂ ടിഷ്യൂ ഗ്രോയിങ് ഇൻ ഓൺ പാർട്ട് ഓഫ് ദി ബോഡി. നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പുതിയതായിട്ടുള്ള ടിഷ്യൂവിന്റെ മാസ് എന്ന് പറഞ്ഞാൽ എന്താ, ടിഷ്യൂ കുറച്ചധികം ടിഷ്യൂ ഫോം ചെയ്യും. അത് ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ടിഷ്യൂലായിരിക്കാം. എന്നിട്ട് നമ്മൾ അങ്ങനെ പുതുതായിട്ട് ടിഷ്യൂ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാൻസർ എന്ന് പറയുന്നത് അല്ലേ. ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്നത് ആന്റി ട്യൂമർ ഡ്രഗ് എന്താണെന്നാണ്. ആന്റി ട്യൂമർ ഡ്രഗ്സ് ആർ യൂസ്ഡ് ഇൻ ദി ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ. ക്യാൻസർ അല്ലെങ്കിൽ കാർസിനോജനിക് ഗ്രോത്തിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ ആന്റി ട്യൂമർ ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കാർസിനോജനിക് ഗ്രോത്ത് ഈസ് ആൻ അബ്നോർമൽ, അതായത് ക്യാൻസറിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താ, സാധാരണയല്ല അല്ലെ, അബ്നോർമൽ ആയിട്ട് വളരുന്ന ഒരു ഗ്രോത്ത് ആണ്. നമ്മുടെ ശരീരത്തിലുള്ള സാധാരണ വളർച്ചയല്ല ഈ ക്യാൻസറിന്റെ എന്ന് പറയുന്നത് അല്ലെ. അബ്നോർമലി, അസാധാരണമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു വളർച്ചയാണ് ഈ കാർസിനോജനിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഈ കാർസിനോജനിക് ഗ്രോത്ത് എവിടെയാണ് ഉണ്ടാവുക? മാസ് ഓഫ് ന്യൂ ടിഷ്യൂ ഗ്രോയിങ് ഇൻ ഓൺ പാർട്ട് ഓഫ് ദി ബോഡി. നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ടിഷ്യൂവിൽ എന്തുണ്ടാവും? പുതിയ ടിഷ്യൂവിന്റെ ഒരു മാസ്, കൂടുതൽ അളവിൽ പുതിയ ടിഷ്യൂ വന്ന് വളരും. ഓക്കെ, ദ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് മെറ്റൽ കോമ്പൗണ്ട്സ്. നമ്മുടെ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മെറ്റൽ കോമ്പൗണ്ട്സ് ആർ സെവറൽ കീമോതെറാപ്യൂട്ടിക് ഡ്രഗ് ഹാവ് ബീൻ സജസ്റ്റഡ് ടു കൺട്രോൾ ദി കാർസിനോജനിക് ഗ്രോത്ത്. ഇങ്ങനെ ഏതെങ്കിലും പുതിയ ടിഷ്യൂവിന്റെ വളർച്ച നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മെറ്റൽ കോമ്പൗണ്ട്സോ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും കീമോതെറാപ്യൂട്ടിക് ഡ്രഗോ ഹാവ് ബീൻ സജസ്റ്റഡ് ടു കൺട്രോൾ ദി കാർസിനോജനിക് ഗ്രോത്ത്. ഈ കാർസിനോജനിക് ഗ്രോത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ മെത്തേഡാ ഫോളോ ചെയ്യുക? ഒന്നിക്ക റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് സജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് മെറ്റൽ കോമ്പൗണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും കീമോതെറാപ്പി അല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും കീമോതെറാപ്യൂട്ടിക് ഡ്രഗ് നമ്മൾ സജസ്റ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഫസ്റ്റ് ഒന്നും കൂടി പറയാം. നമ്മളായിട്ട് ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ആന്റി ട്യൂമർ ഡ്രഗ്സ് എന്ന് പറയുന്നത്. ആന്റി ട്യൂമർ കാർസിനോജനിക് ഗ്രോത്തിനെ അല്ലെങ്കിൽ നമ്മൾ ക്യാൻസറിന് നമ്മൾ എന്തെന്ന് പറയാ? കാർസിനോജനിക് ഗ്രോത്ത് എന്നാണ് പറയുന്നത്. ഗ്രോത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ അബ്നോർമൽ ആയിട്ട് നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്തൊരു
കുറച്ചധികം മാസ് ഓഫ് ടിഷ്യൂ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ബോഡി പാർട്ടിൽ വന്നിട്ട് വളരും അല്ലേ? അപ്പൊ ഇത് വളർച്ചാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വളർച്ച ഈ പുതിയ ടിഷ്യൂവിന്റെ വളർച്ച മാസ് ഓഫ് ന്യൂ ടിഷ്യൂവിന്റെ ഗ്രോ നമ്മുടെ ശരീരത്തിൽ നിന്നും കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ മെത്തേഡാ ഫോളോ ചെയ്യുക? ഒന്നിക്കൽ നമ്മൾ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഉപയോഗിക്കും, അല്ലെങ്കിൽ മെറ്റൽ കോമ്പൗണ്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും സെവറൽ കീമോതെറാപ്പി ഡ്രഗോ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഈ കാർസിനോജനിക് ഗ്രോത്തിനെ നമ്മൾ എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എക്സാമ്പിൾ ആണ്. ഈ ആന്റി ട്യൂമർ ഡ്രഗിന് എക്സാമ്പിൾ വരുന്നത് വിൻകയാണ്. വിൻക. ഓക്കെ, ആന്റി ട്യൂമർ ഡ്രഗ്സിന് വരുന്നതാണ് വിൻക. വിൻക നിങ്ങൾ കണ്ടിട്ടില്ലേ? ശവനാറി. ശവനാറിയാണ്. ശവനാറി. കണ്ടില്ലേ? വിൻക കണ്ടില്ലേ? ചെറിയ സ്ക്രീനാണ്, കാണുന്നില്ല? കുഞ്ഞു സ്ക്രീനാ. കുഞ്ഞു സ്ക്രീനെ കാണുന്നില്ല? ഇപ്പൊ കാണാം. ശവനാറി അറിയാം, ശവനാറി കണ്ടിട്ടുണ്ട്. ഇപ്പൊ കാണാം. ഇതിന്റെ വൈറ്റ് ഉണ്ട്, പിന്നെ ഒരു വയലറ്റ് പൊട്ടി കളർ ഉണ്ട് അല്ലേ? 2-3 കളറൊക്കെ ഉണ്ട് തോന്നുന്നു. 3 കളറുണ്ട്. ആദം ഹവ്വ എന്നൊക്കെ പറയുന്നതാണോ അത്? ഏതാണ്? ഹവ്വ എന്നൊക്കെ പറയുന്ന ചെടി ഉണ്ടല്ലോ, അതാണോ അത്? ഇതൊരു വല്ലാത്ത സ്മെല്ലായിരിക്കും ആ ചെടി, ആ പൂവിനൊക്കെ. ഇതെല്ലാം പോപ്പുലർ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നൊരു ചെടിയാണിത്. ശവനാറി കേട്ടിട്ടില്ലേ? ഒരുവിധം എല്ലാവർക്കും അറിയുന്നത്. അതെ അതെ. അപ്പൊ പക്ഷെ ഇപ്പൊ അത് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. ഓക്കെ, വിൻക ആന്റി ക്യാൻസർ ഡ്രഗ് ആണ്. നമ്മൾ ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ് ആണ് വിൻക എന്ന് പറയുന്നത്. വിൻകയുടെ സിനോണിം നോക്കാം നമുക്ക്. സിനോണിം പറയുന്നത് എന്താണ്? സിനോണിം. ഓക്കെ, സിനോണിംസ് പറയുന്നത് എന്താ? കതറാന്തസ്, വിൻക റോസിയ. കതറാന്തസ് എന്താണ് ഫസ്റ്റത്തെ പേര് വരുന്നത്? കതറാന്തസ്. പിന്നെ വിൻക റോസിയ. വിൻക റോസിയ. അങ്ങനെ 2 സിനോണിമാണ് വിൻകയ്ക്ക് വരുന്നത് അല്ലെ? വിൻകയ്ക്ക് വരുന്ന 2 സിനോണിം ഏതൊക്കെയാ വരുന്നത്? സിനോണിം കതറാന്തസ് വരുന്നുണ്ട്, വിൻക റോസിയ വരുന്നുണ്ട്. വിൻക റോസിയ. ഓക്കെ, കതറാന്തസ് വരുന്നുണ്ട്, വിൻക റോസിയ വരുന്നുണ്ട്. സിനോണിം ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബയോളജിക്കൽ സോഴ്സ് ആണ്. ഇറ്റ് ഈസ് എ ഡ്രൈഡ് ഹോൾ പ്ലാന്റ് ഓഫ് കതറാന്തസ് റോസിയസ് ബിലോങ്ങിങ് ടു ദി ഫാമിലി അപ്പോസൈനാസിയേ. അതായത് നമ്മൾ ഇതിന്റെ എല്ലാ ഭാഗവും ഡ്രൈഡ് ഹോൾ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ചെടി മുഴുവനായിട്ട് നമ്മൾ മെഡിസിനൽ പർപ്പസസിന് വേണ്ടി കേട്ടോ. ഇതിന്റെ ലീഫ് ആയാലും സ്റ്റെം ആയാലും ഫ്ലവർ ആയാലും ഒക്കെ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡ്രൈഡ് ഹോൾ പ്ലാന്റ് ഓഫ് കതറാന്തസ് റോസിയസ്. അതായത് കതറാന്തസ് റോസിയസ് എന്ന് പറയുന്ന വെറൈറ്റിയിൽ പെടുന്ന ഈ ചെടിയുടെ എല്ലാ ഹോൾ പ്ലാന്റ് നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിനെ ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഫാമിലി വരുന്നത് അപ്പോസൈനാസിയേ ആണ്. ഫാമിലി വരുന്നത് ഏതാണ്? അപ്പോസൈനാസിയേ. ഓക്കെ, ബയോളജിക്കൽ സോഴ്സ് ഒന്നും കൂടി നോക്കാം. ഇറ്റ് ഈസ് എ ഡ്രൈഡ് ഹോൾ പ്ലാന്റ് ഓഫ് കതറാന്തസ് റോസിയസ് ബിലോങ്ങിങ് ടു ദി ഫാമിലി അപ്പോസൈനാസിയേ. അപ്പോസൈനാസിയേ എന്ന് പറഞ്ഞ ഫാമിലിയിൽ ഉൾപ്പെട്ട ഈ വിൻകയുടെ വെറൈറ്റി ഏതാ പറയുന്നത്? കതറാന്തസ് റോസിയസ് എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ഹോൾ പ്ലാന്റ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഫാമിലി വരുന്നത് ഏതാണ് പറഞ്ഞത്? അപ്പോസൈനാസിയേ. ക്ലിയർ അല്ലേ ബയോളജിക്കൽ സോഴ്സ്? ക്ലിയർ. ഓക്കെ, ഹോൾ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചെടി മുഴുവനായിട്ടും അല്ലെ? അതിന്റെ ലീഫ് ആയാലും വേരായാലും സ്റ്റെം ആയാലും എല്ലാ ഭാഗവും നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏതാണ് വെറൈറ്റി പറഞ്ഞത്?
കതറാന്തസ് റോസിയസ്. ഏതാണ് ഫാമിലി വരുന്നത്? അല്ല, ഏതാ വെറൈറ്റിയുടെ പേരെന്താ വരുന്നത്? കതറാന്തസ് കതറാന്തസ് റോസിയസ്. റോസിയസ്. ഫാമിലി വരുന്നത് ഏതാണ്? അപ്പോസൈനാസിയേ. അപ്പോസൈനാസിയെ. ഫാമിലി വരുന്നത് ഏതാണ്? അപ്പോസൈനാസിയെ. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ് വരുന്നത്. ഇത് കാണാൻ എങ്ങനെയാണെന്നൊക്കെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ. ഇതിന്റെ ലീവ്സിന്റെ കളർ എന്താ വരുന്നത്? ഗ്രീൻ കളർ തന്നെയാണ് അല്ലെ? ഇലയുടെ സാധാരണ ഗ്രീൻ കളർ തന്നെയാണ് വരുന്നത്. റൂട്ട്സ് ആണെങ്കിൽ ഇതിന്റെ വേരാണെങ്കിൽ ഏതാ കളർ വരുന്നത്? പെയിൽ ഗ്രേ, മങ്ങിയ ഒരു ഗ്രേ കളറാണ് ഇതിന്റെ റൂട്ട്സിന്റെ കളർ വരുന്നത്. റൂട്ട്സിന്റെ കളർ ഏതാ വരുന്നത്? ഒരു പെയിൽ ഗ്രേ കളറാണ്. പെയിൽ ഗ്രേ കളറാണ് വരുന്നത്. ഇതിന്റെ ഫ്ലവേഴ്സ് ഏതൊക്കെ? 3 കളറിൽ വരുന്നുണ്ട് ഫ്ലവേഴ്സ് അല്ലെ? വയലറ്റ് വരുന്നുണ്ട്, പിങ്ക് വരുന്നുണ്ട്, പിന്നെ വൈറ്റ് വരുന്നുണ്ട്. വയലറ്റ് വരുന്നുണ്ട്, പിങ്ക് വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്. അങ്ങനെ 3 കളറിൽ ഫ്ലവേഴ്സ് കാണപ്പെടുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്. ഇതിൻ്റെതായ ഒരു സ്മെല്ലുണ്ട്. ഓക്കെ. അതുപോലെ ഇതുപോലെ എന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെതായ ഒരു സ്മെല്ലുണ്ട്. ടേസ്റ്റ് എന്ന് പറയുന്നത് എന്താ? കയ്പാണ് അല്ലെ? ബിറ്റർ ടേസ്റ്റ് ആണുള്ളത്. ലീവ്സ് ആർ സിമ്പിൾ പെറ്റിയോലേറ്റ്. സിമ്പിൾ പെറ്റിയോലേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇലയുടെ ഷേപ്പ് കണ്ടിട്ടില്ലേ? ഒരു ഇത്തിരി ഉരുണ്ട ഷേപ്പ് തന്നെയാണ് അല്ലെ ഇലയുടെ. അതിനെയാണ് എന്ത് പറയുന്നത്? സിമ്പിൾ പെറ്റിയോലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ പെറ്റിയോലേറ്റ്. പിന്നെ ഫ്രൂട്ട്സ് വേണ്ട കേട്ടോ, ഫ്രൂട്ട്സ് പഠിക്കണ്ട. ഫ്രൂട്ട്സ് ആർ ഫോളിക്കിൾസ് വിത്ത് സെവറൽ ബ്ലാക്ക് സീഡ്സ്. അതൊന്നും വേണ്ട. ഓക്കെ. അതിന്റെ കൂടെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു ബ്ലാക്ക് സീഡ്സ് കണ്ടിട്ടില്ലേ? ഇത് ഉണങ്ങി കഴിഞ്ഞ് കണ്ടാല് കണ്ടിട്ടില്ലേ? അതാണോ നമ്മുടെ അതാണോ തുപ്പലം എന്നൊക്കെ പറയുന്ന സംഭവമാണോ അത്? ഏതാണ്? അത് അതിന് നീണ്ടിട്ടൊരു സീഡാണ് അതിന്റെ. കണ്ടിട്ടില്ലേ നിങ്ങള് ശവനാറിയുടെ? കണ്ടിട്ടുണ്ട്. ഓക്കെ. ഫ്രൂട്ട്സ് ആർ ഫോളിക്കിൾ വിത്ത് സെവറൽ ബ്ലാക്ക് സീഡ്സ്. ഓക്കെ. ഇതിന്റെ കൂടെ ഫ്രൂട്ട്സ് ഫോളിക്കിൾസ് വിത്ത് സെവറൽ ബ്ലാക്ക് സീഡ്സ്. ഇതിന്റെ എന്താണ്? ഫ്രൂട്ട്സ് ആദ്യം ഫ്രൂട്ടായിട്ട് വരും. പിന്നെ അതെന്ത് വളർന്നു വന്നിട്ട് എന്താവും? കുറച്ച് ബ്ലാക്ക് സീഡ്സ് അതിന്റെ ഒപ്പം കാണപ്പെടും. ആ ഫ്രൂട്ട്സിന്റെ അത് പഠിക്കേണ്ട. ലീവ്സ് വരെ മതി കേട്ടാ. ലീവ്സ് സിമ്പിൾ പെറ്റിയോലേറ്റ് ആണ് ഷേപ്പ് വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് കെമിക്കൽ കോൺസ്റ്റൻസ് ആണ് വരുന്നത്. കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. കെമിക്കൽ കോൺസ്റ്റൻസ് മനസ്സിൽ വായിച്ചു നോക്കിക്കോളാം. ഫസ്റ്റ് ഏതാ വരുന്നത്? ഗ്ലൈക്കോസൈഡ്സ്. പിന്നെ വരുന്നത് ആൽക്കലോയിഡ്സ്, വിൻക്രിസ്റ്റീൻ, വിൻബ്ലാസ്റ്റിൻ, അജ്മാലിസിൻ. എന്താ വായിക്കുക? അജ്മാലിസിൻ, സർപെൻറ്റീൻ, വിന്തോളിൻ. എന്താണ് വായിക്കുക? വിന്തോളെനിൻ. എന്താണ്? ആ സ്പെല്ലിംഗ് തെറ്റുണ്ട് കേട്ടോ. വിന്തോളിൻ കഴിഞ്ഞാൽ എന്താ വരുന്നത്? വിന്തോളനിന്റെ സ്പെല്ലിംഗ് മിസ് പറഞ്ഞുതരാം. വിന്തോളെനിൻ. ഓക്കെ. വിന്തോളെനിൻ. പിന്നെ വരുന്നത് എന്താ? കതറാന്തിൻ. വിന്തോളനിന്റെ സ്പെല്ലിംഗ് ഇതാണ് വരുന്നത്. VINDOLENINE. വിന്തോളനിൻ. കിട്ടിയോ? സ്പെല്ലിംഗ് കിട്ടിയോ? വിന്തോളനിൻ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. വിന്തോളനിൻ. ഓക്കെ. വിന്തോളനിൻ. പിന്നെ ഏതാ വരുന്നത്? കതറാന്തിൻ. നമ്മൾ കതറാന്തസ് പഠിച്ചില്ലേ? അതുപോലെ തന്നെ കതറാന്തിന്റെ സ്പെല്ലിംഗ് തെറ്റുണ്ട്. ഞാൻ പറഞ്ഞുതരാം. CATHARANTHINE. കതറാന്തിൻ. ഓക്കെ. കതറാന്തിൻ. കിട്ടിയില്ലേ? കതറാന്തിൻ പറയാമോ? ഒന്നും കൂടി പറയാം. വിന്തോളനിന്റെ സ്പെല്ലിംഗ് പറയാം. VINDOLENINE. വിന്തോളനിൻ കഴിഞ്ഞിട്ട് കതറാന്തിൻ. വിന്തോളനിന്റെ സ്പെല്ലിംഗ് എല്ലാവർക്കും കിട്ടിയില്ലേ? അത് കിട്ടി. അത് കഴിഞ്ഞാൽ കതറാന്തിന്റെ സ്പെല്ലിംഗ് CATHARANTHINE.
RANTHINE ഖദറാന്തിൻ. കിട്ടിയില്ലേ? കിട്ടി. ഓക്കെ, കിട്ടി മാം, ഒന്നും കൂടി കിട്ടി. കെമിക്കൽ കോൺസ്റ്റന്റ് നമുക്ക് ഒന്നും കൂടി നോക്കാം. ഗ്ലൈക്കോസൈഡ്സ്, ആൽക്കലോയിഡ്സ്, വിൻക്രിസ്റ്റീൻ, വിൻബ്ലാസ്റ്റിൻ, അജ്മാലിസിൻ. എന്താണ് അജ്മാലിസിൻ? സെർപെന്റിൻ, വിൻഡോളിൻ, ഖദറാന്തിൻ. ഖദറാന്തിൻ. കിട്ടിയില്ലേ? കിട്ടി. കിട്ടി. ഓക്കെ. നമ്മൾ ഫസ്റ്റ് ഇതിന്റെ പറയുന്നത് ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, അല്ലെ വിൻക എന്തിനൊക്കെ വേറെ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുക? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ലുക്കീമിയ. ഓർമ്മയുണ്ടോ? ബ്ലഡ് ക്യാൻസർ. ബ്ലഡ് ക്യാൻസർ ആണ് ലുക്കീമിയ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി ട്രീറ്റ്മെന്റ് ഓഫ് ജനറലൈസ്ഡ് അത് വേണ്ട, അത് വിട്ടിക്കോ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദി ഹൈപ്പോടെൻഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? ഹൈപ്പോടെൻഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആന്റി ഡയബറ്റിക് ആക്ടിവിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വിൻക യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. വിൻക ഭയങ്കര കയ്പുള്ള ടേസ്റ്റ് ഉള്ള ഒരു ഡ്രഗ് ആണ് വിൻക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യും? ഷുഗർ അല്ലെ, ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഷുഗർ പേഷ്യൻസിനൊക്കെ നമ്മൾ എന്ത് കൊടുക്കും? വിൻക കൊടുക്കും. ഷുഗർ കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യും. പിന്നെ എന്താണ്? ഹൈപ്പർ ടെൻഷന് വേണ്ടിയിട്ട്, ഹൈപ്പോടെൻസീവ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ലുക്കീമിയക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? വിൻക യൂസ് ചെയ്യുന്നുണ്ട്. ലുക്കീമിയക്ക് വേണ്ടിയിട്ട് നമ്മൾ വിൻക യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? 3 യൂസ്. ക്ലിയർ ആണ് മാം. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് ഏതാ? 9ാമത്തെ ചാപ്റ്റർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ആന്റി ലെപ്രോട്ടിക്സ് ആണ്. ലെപ്രസി നമുക്കറിയാം അല്ലെ? ലെപ്രസി എന്താണ് അസുഖം? കുഷ്ഠരോഗമാണ് ലെപ്രസി എന്ന് പറയുന്നത് അല്ലെ? ലെപ്രസി എന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗമാണ്. ലെപ്രസി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫെക്ഷ്യസ് ഡിസീസ്. ഓക്കെ, ഒരു രോഗകാരി ഉണ്ടാക്കുന്ന, മൈക്രോ ഓർഗാനിസം ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് എന്തെന്ന് പറയുന്നത്? ലെപ്രസി എന്ന് പറയുന്നത് അല്ലെ? ലെപ്രസി ഈസ് എ ഇൻഫെക്ഷ്യസ് ഡിസീസ്. ഇൻഫെക്ഷൻ മൂലം നമുക്ക് ഉണ്ടാവുന്ന ഒരു അസുഖമാണ് എന്തെന്ന് പറയുന്നത്? ലെപ്രസി എന്ന് പറയുന്നത്. കോസ്ഡ് ബൈ എ മൈക്രോ ഓർഗാനിസം.
മൈക്രോ ഓർഗാനിസം ഉണ്ടാക്കുന്നത്. ഏത് മൈക്രോ ഓർഗാനിസം ആണ് ലെപ്രസി ഉണ്ടാക്കുന്നത്? മൈക്രോബാക്ടീരിയം ലെപ്രെ. മൈക്രോബാക്ടീരിയം ലെപ്രെ എന്ന് പറഞ്ഞ ഒരു രോഗകാരി, ഒരു മൈക്രോ ഓർഗാനിസം ഉണ്ടാക്കുന്ന അസുഖമാണ് എന്തെന്ന് പറയുന്നത്? ലെപ്രസി എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെന്താ പറയുന്നത്? എഫക്റ്റിംഗ് ദ സ്കിൻ. ഇതാ ഏത് ഭാഗത്തിനെയാണ് എഫക്ട് ചെയ്യുന്നത്? സ്കിന്നിനെയാണ് എഫക്ട് ചെയ്യുന്നത് അല്ലെ? സ്കിന്നിനെ എഫക്ട് ചെയ്യുന്നത് എങ്ങനെയാ? തിക്ക് ആൻഡ് ദ സ്കിൻ വിത്ത് ഡിക്രീസ്ഡ് സെൻസേഷൻ ഓഫ് ടച്ച്. ഓക്കെ, അതായത് നമ്മുടെ സ്കിന്നിന്റെ ആ ഭാഗത്ത് എന്ത് ചെയ്യും? കട്ടി കൂടും. തിക്കൻഡ് ആവും അല്ലെ? തിക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? കട്ടി കൂടും. തിക്കൻഡ് എന്ന് പറഞ്ഞാൽ കട്ടി കൂടും. കട്ടി കൂടി കഴിഞ്ഞാൽ തന്നെ എന്താ അറിയില്ല, നമുക്ക് സെൻസേഷൻ നഷ്ടപ്പെടും അല്ലെ? തൊട്ട് കഴിഞ്ഞാൽ അറിയാനുള്ള കഴിവ് കുറയും. അതാണ് പറയുന്നത്. വിത്ത് ഡിക്രീസ്ഡ് സെൻസേഷൻ ഓഫ് ടച്ച്, അതായത് തൊട്ട് കഴിഞ്ഞാൽ അറിയണേന്റെ ആ സെൻസേഷൻ നമുക്ക് എന്ത് ചെയ്യും? കുറയും. ദ ഡ്രഗ്സ് യൂസ്ഡ് ഇൻ ദി ട്രീറ്റ്മെന്റ് ഓഫ് ലെപ്രസി. ലെപ്രസിക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആന്റി ലെപ്രോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ലെപ്രസീനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആന്റി ലെപ്രോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ. ലെപ്രസി എന്ന് പറയുന്നത് ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്. ഒരു മൈക്രോ ഓർഗാനിസം ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് എന്തെന്ന് പറയുന്നത്? ലെപ്രസിയിലെ ഏത് രോഗകാരിയാണ് ഉണ്ടാക്കുന്നത്? ലെപ്രസി മൈക്രോബാക്ടീരിയൻ ലെപ്ര എന്ന് പറഞ്ഞ രോഗകാരിയാണ് ലെപ്രസി ഉണ്ടാക്കുന്നത്. ലെപ്രസി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മാറ്റം ഉണ്ടാവുക? നമ്മുടെ സ്കിന്നിനെ എഫക്ട് ചെയ്യുന്ന ഒരു അസുഖമാണ് ലെപ്രസി എന്ന് പറഞ്ഞാൽ. നമ്മുടെ സ്കിന്നിന് കട്ടി കൂടും. കട്ടി കൂടുക മാത്രമല്ല, നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ അറിയാനുള്ള സെൻസേഷൻ കുറയും. പിന്നെ ലെപ്രസിക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആന്റി ലെപ്രോട്ടിക് ലെപ്രോട്ടിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. നെക്സ്റ്റ് നമ്മൾ ആന്റി ലെപ്രോട്ടിക് ഡ്രഗ്സിൽ അല്ലെങ്കിൽ ആന്റി ലെപ്രോട്ടിക്സിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കാനുള്ളത് ചോൾമൂഗ്ര ഓയിൽ ആണ്. എന്താണ്? ചോൾമൂഗ്ര ഓയിൽ. ചോൾമൂഗ്ര ഓയിൽ. ചോൾമൂഗ്ര ഓയിൽ. ഓക്കെ, അത് ഏത് ഓയിലാണ് മാം? മരോട്ടിക്കായ എന്ന് പറയുന്നൊരു ഓക്കെ. കാണിച്ചിട്ടുണ്ടായിരുന്നു. പിക്ചർ കണ്ടോ? സ്ക്രീൻ കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ഫ്രൂട്ടിന് കിട്ടുന്നതാണ് ഹിപ്നോകാർപ്പസ്. ഈ ഹിപ്നോകാർപ്പസിന്റെ സ്പെല്ലിംഗ് നമ്മുടെ തെറ്റുണ്ട് കേട്ടോ. ഹിപ്നോകാർപ്പസിന്റെ സ്പെല്ലിംഗ് ഒന്ന് നോട്ട് ചെയ്തേ. ഹിപ്നോകാർപ്പസ്. ശരിയായിട്ട് എഴുതി. ഇതല്ലേ? ഇതാണോ കറക്റ്റ് സ്പെല്ലിംഗ്? ഇതാണ് കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ചോൾമൂഗ്ര ഓയിൽ കളക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ മലയാളം ഉണ്ടോ നോക്കട്ടെ. അന്ന് നോക്കിയപ്പോ പറഞ്ഞ മരോട്ടിക്കായാണെന്ന് പറഞ്ഞു തന്നായിരുന്നു. എന്താണ്? മരോട്ടിക്കായ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? ഒരു ഔഷധ സസ്യമാണ്. മരുന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഇതിന്റെ വിത്ത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സോറിയാസിസ് അല്ലേ? സ്കിന്നിലുണ്ടാകുന്ന ഒരു ഡിസീസ്.
മരോട്ടി എണ്ണ. കണ്ടോ, മരോട്ടി എണ്ണ. ഉം. കുഴപ്പമില്ല. ഓയിലിന്റെ വേറെ പേര് എന്ന് പറയുന്നത് നമ്മുടെ മലയാളം എന്താ വെച്ചാൽ മരോട്ടി എണ്ണ എന്നാണ് പറയുക കേട്ടോ. ഓക്കെ, നോക്കാം. നമുക്ക് സോൾമുഗ്ര ഓയിൽ നോക്കാം. സോൾമുഗ്ര ഓയിലിന്റെ സിനോണിം വരുന്നത് ഹിപ്നോ കാർപ്പസ് ഓയിലാണ്. എന്താണ് വരുന്നത്? ഹിപ്നോ കാർപ്പസ്. ഹിപ്നോ കാർപ്പസ് സ്പെല്ലിംഗ് നമ്മൾ നേരത്തെ കണ്ടില്ലേ? HYDNOCARPUS. ഓക്കെ, ഹിപ്നോ കാർപ്പസിന്റെ സ്പെല്ലിംഗ് ഇതാണ് വരുന്നത് കേട്ടോ. ഹിപ്നോ കാർപ്പസ് കിട്ടിയോ? ഹിപ്നോ കാർപ്പസിന്റെ സ്പെല്ലിംഗ് കിട്ടി. HYD. അപ്പൊ ഹിഡ് NO ഹിഡ്നോ കാർപ്പസ് CARPUS. ഓക്കെ, ഹിപ്നോ കാർപ്പസ് ഓയിൽ എന്നാണ് സിനോണിം വരുന്നത്. ഓക്കെ, എല്ലാവർക്കും കിട്ടിയില്ലേ ഹിപ്നോ കാർപ്പസിന്റെ സ്പെല്ലിംഗ്? കിട്ടി. രണ്ടാമത് നമ്മുടെ ബയോളജിക്കൽ സോഴ്സിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഹിപ്നോ കാർപ്പസിന്റെ സ്പെല്ലിംഗ് കേട്ടോ. കണ്ടോ ഹിപ്നോ അതെ. കാർപ്പസ്? ഓക്കെ, ഹിപ്നോ കാർപ്പസ് ഓയിൽ അതിന്റെ സിനോണിം വരുന്നത് ഹിപ്നോ കാർപ്പസ് ഓയിൽ ആണ് വരുന്നത്. ബയോളജിക്കൽ സോഴ്സ് നോക്കാം നമുക്ക്. ഹിപ്നോ കാർപ്പസ് ഓയിൽ ഈസ് ദി ഫിക്സ്ഡ് ഓയിൽ ഒബ്റ്റെയിൻഡ് ഫ്രം ദി റൈപ്പ് സീഡ്സ് ഓഫ് ദി പ്ലാന്റ്. ഓക്കെ, ഹിപ്നോ കാർപ്പസ് ആന്തൽമിന്റിക്ക. ഹിപ്നോ കാർപ്പസ് ആന്തൽമിന്റിക്ക എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയുടെ പാകമായ സീഡിൽ നിന്നും, റൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പാകമായത് അല്ലെ. റൈപ്പ് എന്ന് പറഞ്ഞാൽ പാകമായ സീഡിൽ നിന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു ഫിക്സ്ഡ് ഓയിൽ ആണ് എന്തെന്ന് പറയുന്നത്? സോൾമുഗ്ര ഓയിൽ എന്ന് പറയുന്നത് അല്ലെ. ഫാമിലി വരുന്നത് ഫ്ലാക്കോർട്ടിയാസി ആണ്. ഫാമിലി വരുന്നത് ഏതാണ്? ഫ്ലാക്കോർട്ടിയാസിയെ. ഒന്നും കൂടി നോക്കാം. ഫ്ലാക്കോർട്ടിയാസിയെ ഫാമിലി ഒന്നും കൂടി നോക്കാം. ബയോളജിക്കൽ സോഴ്സ് പറയുന്നത് ഹിപ്നോ കാർപ്പസ് ഓയിൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫിക്സ്ഡ് ഓയിൽ ആണ്. ഇത് നമുക്ക് കിട്ടുന്നത് ഏത് ചെടിയിൽ നിന്നാ? ഹിപ്നോ കാർപ്പസ് ആന്തൽമിന്റിക്ക. എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയുടെ റൈപ്പ് സീഡ്സിൽ നിന്നാണ്, അതായത് പാകമായ വിത്തിൽ നിന്നാണ് നമ്മൾ ഈ ഹിപ്നോ കാർപ്പസ് ഓയിൽ അല്ലെങ്കിൽ സോൾമുഗ്ര ഓയിൽ എന്ന് പറഞ്ഞ ഓയിൽ കളക്ട് ചെയ്യുന്നത്. ഇതിന്റെ ഫാമിലി വരുന്നത് ഫ്ലാക്കോർട്ടിയാസി ആണ്. ഫാമിലി ഏതാ വരുന്നത്? ഫ്ലാക്കോർട്ടിയാസിയെ. ഇല്ല മാം. ഫാമിലി ഫ്ലാക്കോർട്ടിയാസിയെ. ഒന്നും കൂടി പറയണോ? ഒന്നുകൂടെ പറയണം മാം. വേണ്ട, കുഴപ്പമില്ല. ഓക്കെ, ഒന്നും കൂടി പറയാം. ഒന്നുകൂടെ ബയോളജിക്കൽ സോഴ്സ് പറയുന്നത് ഓക്കെ, നമ്മുടെ ഈ സോൾമുഗ്ര ഓയിലിന്റെ സിനോണിം തന്നെ നമ്മൾ പറഞ്ഞു അല്ലെ. ഹിപ്നോ കാർപ്പസ് ഓയിൽ എന്നാണ് ഇതിന്റെ സിനോണിം വരുന്നത്. ഈ ഹിപ്നോ കാർപ്പസ് ഓയിൽ അല്ലെങ്കിൽ സോൾമുഗ്ര ഓയിൽ എന്ന് പറയുന്നത് എന്താ? ഒരു ഫിക്സ്ഡ് ഓയിലാണ്. നമ്മൾ പറഞ്ഞ വോളട്ടൈൽ ഓയിലിന്റെ ഫിക്സ്ഡ് ഓയിൽ ഒക്കെ ഉണ്ട്. നമ്മൾ വോളട്ടൈൽ ഓയിലുണ്ട്, ഫിക്സ്ഡ് ഓയിലൊക്കെ ഉണ്ട്. ചെടികളിൽ നിന്ന് കിട്ടുന്ന ഓയിൽസ് ആണ് ഇതൊക്കെ പറഞ്ഞു അല്ലെ. ഹിപ്നോ കാർപ്പസ് ഓയിൽ അല്ലെങ്കിൽ ഈ സോൾമുഗ്ര ഓയിൽ എന്ന് പറയുന്ന ഒരു ഫിക്സ്ഡ് ഓയിലാണ്. നമുക്ക് കിട്ടുന്നത് എന്താ എവിടെ നിന്നാണ് വെച്ചാല് സീഡ്സിൽ നിന്നാണ്. ഏത് വെറൈറ്റി ചെടിയുടെ? ഹിപ്നോ കാർപ്പസ് ആന്തൽമിന്റിക്ക എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയുടെ പാകമായ വിത്തിൽ നിന്നാണ് നമ്മൾ ഈ ഫിക്സ്ഡ് ഓയിൽ അല്ലെങ്കിൽ ഫിക്സ്ഡ് ഓയിലായ സോൾമുഗ്ര ഓയിൽ അല്ലെങ്കിൽ ഹിപ്നോ കാർപ്പസ് ഓയിൽ നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഇത് ഫാമിലി വരുന്നത് ഫ്ലാക്കോർട്ടിയാസി ആണ്. ഫാമിലി ഏതാ വരുന്നത്? ഫ്ലാക്കോർട്ടിയാസി. കിട്ടിയില്ലേ? ഫാമിലി വരുന്നത് ഫാമിലി വരുന്നത് ഫ്ലാക്കോർട്ടിയാസി ആണ് വരുന്നത്. ഏത് വെറൈറ്റി? ഫ്ലാക്കോർട്ടിയാസിയെ. ഏതാ വെറൈറ്റി ചെടി വരുന്നത്? ഹിപ്നോ കാർപ്പസ് ആന്തൽമിന്റിക്ക ആണ്. ഹിപ്നോ കാർപ്പസ് ആന്തൽമിന്റിക്ക. ഓക്കെ, ആന്തൽമിന്റിക്ക. ഹിപ്നോ കാർപ്പസ് ആന്തൽമിന്റിക്കയുടെ പാകമായ വിത്തിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്യുന്ന ഈ ഫിക്സ്ഡ് ഓയിലാണ് എന്തെന്ന് പറയുന്നത്? സോൾമുഗ്ര ഓയിൽ അല്ലെങ്കിൽ ഹിപ്നോ കാർപ്പസ് ഓയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അതെ. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് നോക്കാം.
ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ്. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് കളറാണ് പറയുന്നത് അല്ലേ. ഓയിലിനെ കുറിച്ചാണ് പറയുന്നത്. ഓയിലിന്റെ കളർ വരുന്നത് യെല്ലോ, മഞ്ഞ അല്ലെങ്കിൽ ബ്രൗണിഷ് യെല്ലോ അല്ലേ, ഒരു കാപ്പി നിറം നിറഞ്ഞ ഒരു ബ്രൗണിഷ് യെല്ലോ, യെല്ലോ അല്ലെങ്കിൽ ബ്രൗണിഷ് യെല്ലോ ആണ് ഓയിലിന്റെ കളർ വരുന്നത്. ചോൾമുരുക ഓയിലിന്റെ കളർ എങ്ങനെയാണ് വരുന്നത്? യെല്ലോ ഓർ ബ്രൗണിഷ് യെല്ലോ ആണ്. യെല്ലോ ഓർ ബ്രൗണിഷ് യെല്ലോ ആണ് ചോൾമുരുക ഓയിലിന്റെ കളർ വരുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ആണ് വരുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാരക്ടറിസ്റ്റിക്, അതായത് അതിൻ്റെതായ ഒരു മണമുണ്ട്. ഇതിനെന്തുണ്ട്? ഇതിൻ്റെതായ ഒരു സ്മെല്ലുണ്ട്. പിന്നെ ടേസ്റ്റ് എന്ന് പറയുന്നത് എന്താ? സംവാട്ട് ആക്രിഡ്. ആക്രിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചവർപ്പ് ടേസ്റ്റിനെയാണ് നമ്മൾ ആക്രിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്രിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഓയിൽസിനൊക്കെ ഒരു ചവർപ്പുണ്ടല്ലോ, ഓയിലിന്റെ ഒരു രസം ഉണ്ടല്ലോ, ആ രസത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്രിഡ് എന്ന് പറയുന്നത്. സംവാട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ആക്രിഡ് ടേസ്റ്റ് എന്ന് എഴുതിയാലും മതി കേട്ടാ. സംവാട്ടില്ലെങ്കിൽ വേണ്ട, ആക്രിഡ്. എന്താണ് ടേസ്റ്റ് വരുന്നത്? ആക്രിഡ് ആണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ സോലബിലിറ്റി ഒന്നും പഠിക്കണ്ട കേട്ടാ. സോലബിലിറ്റി ഇവർ പറയുന്നത് ജസ്റ്റ് പറയാമെന്ന് മാത്രം, സോലബിലിറ്റി പഠിക്കണ്ട. സ്ലൈറ്റ്ലി സോലബിൾ ഇൻ ആൽക്കഹോൾ. ഓക്കെ, നേരിയ തോതിൽ ആൽക്കഹോളിൽ ലയിക്കും. സോലബിൾ ഇൻ ക്ലോറോഫോം. ക്ലോറോഫോമിൽ നല്ല രീതിയിലും ലയിക്കും, ആൽക്കഹോളിൽ നേരിയ തോതിലും ലയിക്കും. ഓക്കെ, ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ് പറയുന്നത്. നമ്മുടെ ചോൾമുഗ്ര ഓയിലിന്റെ ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സിൽ എന്താ പറയുന്നത്? ചോൾമുഗ്ര ഓയിലിന്റെ കളർ വരുന്നത് യെല്ലോ ടു ബ്രൗണിഷ് യെല്ലോ ആണ് കളർ വരുന്നത്. ഓക്കെ, ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ആണ്. ഈ ചോൾമുഗ്ര ഓയിലിന് ഇതിൻ്റെതായ ഒരു സ്മെല്ലുണ്ട്. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ആക്രിഡ് ടേസ്റ്റ് ആണ്, ഒരു ചവർപ്പുള്ള ഒരു ടേസ്റ്റ് ആണ് വരുന്നത്. പിന്നെ സോലബിലിറ്റിയിൽ പറയുന്നത് ഇത് ആൽക്കഹോളിൽ നേരിയ തോതിൽ മാത്രമാണ് ലയിക്കുള്ളൂ, ക്ലോറോഫോമിൽ കംപ്ലീറ്റ് ആയിട്ടും സോലബിൾ ആവും. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് മാം. ഓക്കെ, നമുക്ക് പറയുന്നത് കെമിക്കൽ കോൺസ്റ്റന്റ് ആണ്. കെമിക്കൽ കോൺസ്റ്റന്റ്. ഓക്കെ, കെമിക്കൽ കോൺസ്റ്റന്റ് നോക്കിയേ. ഫസ്റ്റത്തെ കെമിക്കൽ കോൺസ്റ്റന്റ് വരുന്നത് ചോൾമുഗ്രിക് ആസിഡ്. എന്താണ്? ചോൾമുഗ്രിക് ആസിഡ്. ചോൾമുഗ്രിക് ആസിഡ് വരുന്നുണ്ട്, ഹിപ്നോകാർപ്പിക് ആസിഡ് വരുന്നുണ്ട്, പാൽമിറ്റിക് ആസിഡ് വരുന്നുണ്ട്. ചോൾമുഗ്രിക് ആസിഡ് വരുന്നുണ്ട്, ഹിപ്നോകാർപ്പിക് ആസിഡ് വരുന്നുണ്ട്, പാൽമിറ്റിക് ആസിഡ് വരുന്നുണ്ട്. പാൽമിറ്റിക് ആസിഡ്. ഓക്കെ, ഫസ്റ്റ് എന്താ വരുന്നത്? ചോൾമുഗ്രിക് ആസിഡ്. ചോൾമുഗ്രിക് ആസിഡ്. ഓക്കെ, ഹിപ്നോകാർപ്പിക് ആസിഡ്. ഹിപ്നോകാർപ്പിക് ആസിഡ്. ഹിപ്നോകാർപ്പിക് ആസിഡ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് പാൽമിറ്റിക് ആസിഡ്. പാൽമിറ്റിക് ആസിഡ് ആണ് വരുന്നത്. അങ്ങനെ 3 കെമിക്കൽ കോൺസ്റ്റന്റ്സ് ആണ് ചോൾമുഗ്ര ഓയിലിൽ വരുന്നത്. ഓക്കെ, ചോൾമുഗ്രിക് ആസിഡ് വരുന്നുണ്ട്, ഹിപ്നോകാർപ്പിക് ആസിഡ് വരുന്നുണ്ട്, പിന്നെ പാൽമിറ്റിക് ആസിഡ് വരുന്നുണ്ട്. പേരുകൾ വായിക്കാൻ പറ്റുന്നില്ലേ? ഒരാൾ വായിച്ചേ, കെമിക്കൽ കോൺസ്റ്റന്റ്സ് ഒരാൾ വായിച്ചേ. ചോൾമുഗ്രിക് ആസിഡ്, ഹിപ്നോകാർപ്പിക് ആസിഡ്, പാൽമിറ്റിക് ആസിഡ്. എന്താണ് യൂസ് പറയുന്നത്? ഫസ്റ്റ് നമ്മൾ പറയുന്നത് എന്താ? ഇത് ആന്റി ലെപ്രോട്ടിക് ആണ് അല്ലെ, ലെപ്രസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അല്ലെ, അതിനെ പറയുന്നത് ആന്റി ലെപ്രോട്ടിക്. ലെപ്രസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, അതാണ് ഇതിനെ പറയുന്നത് ആന്റി ലെപ്രോട്ടിക് ആണ്. പിന്നെ പറയുന്നത് ബാക്ടീരിയസൈഡൽ എഫക്റ്റ്, അതായത് ബാക്ടീരിയനെ കില്ല് ചെയ്യുന്നുണ്ട്. ബാക്ടീരിയസൈഡൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബാക്ടീരിയനെ കില്ല് ചെയ്യുന്നുണ്ട്. ബാക്ടീരിയനെ കില്ല് ചെയ്യാൻ വേണ്ടി കില്ല് ചെയ്യുന്നുണ്ട്. സൈഡൽ എന്ന് പറഞ്ഞാൽ എന്താ? കില്ല് ചെയ്യാന്നുള്ള അർത്ഥം അല്ലെ, ബാക്ടീരിയനെ ഇല്ലാണ്ടാക്കുന്നുണ്ട്. It is used in the treatment of psoriasis and rheumatism. Psoriasis എന്ന് പറഞ്ഞാൽ എന്താ? ചൊറിയാണ് കേട്ടോ. Psoriasis എന്ന് പറഞ്ഞാൽ ചൊറിയാണ്. ആൻഡ് റുമാറ്റിസം എന്ന് പറഞ്ഞാൽ എന്താ? വാദം. ഓക്കെ, റുമാറ്റിസം അറിയാലോ അല്ലെ. റുമാറ്റിസം എന്ന് പറഞ്ഞാൽ എന്താ? വാദമാണ്. പിന്നത്തെ യൂസ് എന്താ പറയുന്നത്? നാലാമത്തെ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദി ട്രീറ്റ്മെന്റ് ഓഫ് TB. അതായത് TB എന്ന് പറഞ്ഞാൽ എന്താ? ട്യൂബർകുലോസിസ് അല്ലെ. ട്യൂബർകുലോസിസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യൂസസ് ഒന്നും കൂടി നോക്കാം. ലെപ്രസീനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് പറയുന്നത് ആന്റി ലെപ്രോട്ടിക് ആണ്. പിന്നെ ബാക്ടീരിയ, ലെപ്രസി ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാൻസ് ആണ് അല്ലെ. അപ്പൊ ഇതെങ്ങനെയാണ്? മൈക്രോ ഓർഗാൻസിനെ കില്ല് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഓക്കെ, ലെപ്രസിക്ക് തന്നെ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലെ. ഇത് ലെപ്രസിക്ക് എങ്ങനെയാണ് ഇത് ട്രീറ്റ് ചെയ്യുക വെച്ചാൽ, ലെപ്രസി ഉണ്ടാക്കുന്നത് തന്നെ മൈക്രോ ഓർഗാൻസ് ആണ്. അപ്പോൾ ബാക്ടീരിയ ഒക്കെ ഉണ്ടാവൂല അതിൽ, ബാക്ടീരിയനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്? ചോൾമുഗ്ര ഓയിൽ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആന്റി ലെപ്രോട്ടിക് ആണ്. പിന്നെ എന്താ നമ്മൾ പറയുന്നത്? ബാക്ടീരിയസൈഡൽ ആണ്, ബാക്ടീരിയനെ കില്ല് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ സോറിയാസിസ്, ചൊറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. റുമാറ്റിസം എന്ന് പറഞ്ഞാൽ എന്താ? വാദത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദി ട്രീറ്റ്മെന്റ് ഓഫ് TB ക്ഷയരോഗം അല്ലെങ്കിൽ ട്യൂബർകുലോസിസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
ഇത്രയാണ് യൂസസ് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ. വിച്ച് മൈക്രോ ഓർഗാനിസം കോസ് ലെപ്രസി? ഓപ്ഷൻസ് പറയാം. മൈക്കോബാക്ടീരിയം ലെപ്രേ, മൈക്കോബാക്ടീരിയം ലെപ്രോട്ടിക്, ഷിജല്ല, വാരിസെല്ല സോഫ്റ്റർ. മൈക്കോബാക്ടീരിയം ലെപ്രെ. ബാക്ടീരിയ ലെപ്ര. മൈക്കോബാക്ടീരിയം ലെപ്രെ. ലെപ്രേ. ഓക്കെ. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് ചോൾമുഗ്ര ഓയിൽ? പ്ലേക്കോർട്ടിയാസിയെ. ഫ്ലാക്കോർട്ടിയാസിയെ. ഫാമിലി വരുന്നത് ഏതാണ്? ചോൾമുഗ്ര ഓയിലിന്റെ ഫാമിലി വരുന്നത് ഫ്ലാക്കോർട്ടിയാസിയ ആണ്. ഓക്കെ. ഇത് രണ്ടേ ഉള്ളൂ ഇതില്. ഈ ഇതില് ലെപ്രസിയുടെ ക്വസ്റ്റ്യൻസ് ഇത്രേ ഉള്ളോ? ഫാമിലി നമ്മൾ ചോദിച്ചു അല്ലെ? ഫാമിലി ഏതാ ആ, വരുന്നത്? family ഫ്ലാക്കോർട്ടിയാസിയാണ്. വാട്ട് ഈസ് സിനോണിം ഓഫ് ചോളമുഗ്ര ഓയിലിന്റെ സിനോണിം ഏതാ ചോദിക്കും വരുന്നത്? സിനോണിം ഹിപ്നോകാർപ്പസ് ഓയിൽ. ഹിപ്നോകാർപ്പസ് ഓയിൽ ആണ് വരുന്നത്. ഓക്കെ. ഓക്കെ. പിന്നെ ഇതിന്റെ നമുക്ക് ടേസ്റ്റ് ചോദിക്കാം അല്ലെ? വാട്ട് ഈസ് ദ ടേസ്റ്റ് ഓഫ് ചോളമുഗ്ര ഓയിലിന്റെ ടേസ്റ്റ് എന്താ വരുന്നത്? ആക്രിഡ് ടേസ്റ്റ്. ആക്രിഡ് ആണ് വരുന്നത്. ഓക്കെ. പിന്നെ ഇത് ചോദിക്കാം. പാൽമിറ്റിക് ആസിഡ് ഈസ് ദ കെമിക്കൽ കോൺസ്റ്റന്റ് ഓഫ് ഡാഷ്. എന്തിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് ആണ് പാൽമിറ്റിക് ആസിഡ് വരുന്നത്? ലെപ്രസി. പാൽമിറ്റിക് ആസിഡ് എന്തിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് വരുന്നത്? ലെപ്രസിയുടെ. ലെപ്രസി അല്ലേ? ചോൾമുഗ്രയാണോ? ചോൾമുഗ്ര ഓയിലാണോ? ചോൾമുഗ്ര ഓയിലിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ്സ് ആണ് എന്ന് പറയുന്നത് പാൽമിറ്റിക് ആസിഡ്. അതിപ്പോ ഹിപ്നോകാർപ്പിക് ആസിഡ് ആയാലും എന്ത് ചോൾമുഗ്ര ഓയിലിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ്. പഠിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് നമ്മളിപ്പോ ഒരു ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിക്കോളാം. എഴുതി നോക്കാൻ മീൻസ് അതിന്റെ വെറൈറ്റി, ചെടിയുടെ പേര് എഴുതി നോക്കുക, അതിന്റെ ഫാമിലി ഒന്ന് എഴുതുക, പിന്നെ ഇതിന്റെ ടേസ്റ്റ് ആണ് എന്തെങ്കിലും സൈസ് ഒരു അര പേജ് ഉണ്ടായാൽ തന്നെ നമ്മളൊരു ചാപ്റ്റർ കഴിയും. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമേ എഴുതിയാൽ മതിയല്ലോ. മാത്രം നോക്കിയാൽ മതി. റിവിഷന്റെ സമയത്ത് ഒന്നും കൂടി നമുക്ക് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസിന് പ്രാധാന്യം കൊടുത്ത് നമുക്ക് ഒന്നും കൂടി നോക്കാം. അപ്പൊ ഒന്നും കൂടി ക്ലിയർ ആവും. നെക്സ്റ്റ് 10ാമത്തെ ചാപ്റ്റർ ആണ് വരുന്നത് ഡയൂറേറ്റിക്. നമ്മുടെ ഇതിന്റെ ആന്റി ട്യൂമറിന്റെ ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഏതാടാ? ആന്റി ട്യൂമർ അല്ലേ? ആന്റി ട്യൂമറിന് യാതൊരു കണ്ടില്ല. അതൊന്നും ഒന്നിക്കെ നമുക്ക് ഇങ്ങനെ ചോദിക്കാം. ഫസ്റ്റത്തെ ഡെഫിനേഷൻ ചോദിക്കാം. ഓക്കെ. ഡാഷ് ഡ്രഗ്സ് ആർ യൂസ്ഡ് ഇൻ ദി ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്തു? ആന്റി ട്യൂമർ ആണ്. വാട്ട് ഈസ് ദ എക്സാമ്പിൾ ഓഫ് ആന്റി ട്യൂമർ ഡ്രഗ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് കൊടുക്കും. ഇപ്പൊ ചോൾമുഗ്ര ഓയിൽ, വിൻക, പിന്നെ വേറെ ഏതെങ്കിലും റോവൾഫിയ, റുബാർബ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏതാ എഴുതുക? വിൻകയാണ്. വാട്ട് ഈസ് ദ സിനോണിം ഓഫ് വിൻക ചോദിച്ചു കഴിഞ്ഞാല് അതറ അതിൽ ഏതെങ്കിലും 2 പേരുണ്ട് അല്ലെ? അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു പേര് മാത്രം കൊടുക്കുള്ളൂ. ഓക്കെ. അപ്പൊ അങ്ങനെ വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് വിൻക? അപ്പോസൈനാസിയേ. വാട്ട് ഈസ് ദ ടേസ്റ്റ് ഓഫ് വിൻക? ബിറ്റർ ടേസ്റ്റ്. ബിറ്റർ ടേസ്റ്റ് ആണ്. Vincristine is the chemical constant of dash. വിൻക. ഈ എക്സാമ്പിൾസ് നമ്മൾ ഈ കെമിക്കൽ കോൺസ്റ്റന്റ്സ് ഒക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ എക്സാമ്പിൾസിന്റെ ആണ് എഴുതേണ്ടത് അല്ലേ? എക്സാമ്പിൾസിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ?
എക്സാമ്പിൾസിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് ആണ് ഓക്കെ ഉദ്ദേശിക്കുന്നത്. ആ അല്ല മനസ്സിലായി. നമ്മളിപ്പോ ഡിസീസിനെ കുറിച്ചിട്ട് ഡിസീസിൽ എന്തായാലും നമ്മുടെ കെമിക്കൽ കോൺസ്റ്റൻസ് ഒന്നും വരുന്നില്ലല്ലോ. ഡിസീസ് ആ എന്താണെന്ന് വെച്ചാൽ അസുഖത്തിന്റെ കണ്ടീഷനാണ് വരുന്നത്. ഓക്കെ, അതിൽ എക്സാമ്പിൾസ് മരുന്നിന്റെ നമ്മൾ കെമിക്കൽ പഠിക്കുന്നത് കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ ആ മരുന്നിൽ അപ്പൊ എന്താ ക്ലിയർ ആയി. ഓക്കെ. ഇപ്പൊ നമ്മള് ഒന്ന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് തന്നെ എന്താണ് ചോൾമുഗ്ര ഓയിൽ തന്നെ ഇപ്പൊ നമ്മൾ വിൻകെ എടുക്കണം വിചാരിക്കുക. അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് ഈ ഡിസീസ് കണ്ടീഷൻ എന്താണെന്നാണ് ആദ്യം പറയുന്നത്. പിന്നെ അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് വിൻകെ ആണ് അല്ലെ. വിൻകെ ആണ് നമ്മൾ ഈ ആന്റി ട്യൂമർ ക്യാൻസറിനെതിരായിട്ട് നമ്മൾ ഈ ഫാർമകോഗ്നസിൽ ഡീൽ ചെയ്യുന്ന ഡ്രഗ് എന്ന് പറയുന്നത് വിൻകെ ആണ്. പിന്നെ നമ്മൾ പറയുന്നതൊക്കെ വിൻകെനെ കുറിച്ചാണ്. പിന്നെ നമ്മൾ പറയുന്നതൊക്കെ വിൻകെനെ കുറിച്ചാണ് പിന്നെ പറയുന്നത്. ഓക്കെ, ഇപ്പൊ 2-3 ഡ്രഗ് നമ്മൾ വേറൊരു ചാപ്റ്റർ ഉണ്ട്, വലിയ ചാപ്റ്റർ ഉണ്ട്, കാർമിനേറ്റീവ്സ് ആൻഡ് GI റെഗുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ചധികം ഡ്രഗുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും. കാരണം 5-6 എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പൊ കാർഡമം, ജിഞ്ചർ, കൊറിയാണ്ടർ, ഫെന്നൽ, അങ്ങനെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. ആദ്യത്തെ എക്സാമ്പിളിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ കാർഡമം ആണെങ്കിൽ കാർഡമം എന്ന് പറഞ്ഞാൽ ഏലക്കായ. ഓക്കെ, അതിനെ കുറിച്ചിട്ട് അതിന്റെ പേര് പറയും, സിനോണിം പഠിക്കും, ബയോളജിക്കൽ സോഴ്സ്, കെമിക്കൽ കോൺസ്റ്റൻസ്, ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ്, പിന്നെ അതിന്റെ യൂസസ്. അപ്പൊ ആ ഡ്രഗ് കഴിഞ്ഞു. പിന്നെ അതിൽ തന്നെ ആ ചാപ്റ്ററിൽ തന്നെ വേറെ ഡ്രഗ് എഴുതും, വേറെ ഡ്രഗിനെ കുറിച്ച് നമ്മൾ അങ്ങനെ. ഓക്കെ, അങ്ങനെ പഠിക്കും. പിന്നെ ഇപ്പൊ ഇത്ര തന്നെയാണ് ഇതിൽ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചോദിച്ചത് എന്താണ് ഇതിന്റെ അതിന്റെ ഡെഫിനിഷൻ ചോദിച്ചു, അസുഖത്തിന്റെ ഡിസീസിന്റെ. പിന്നെ അതിന്റെ നമ്മൾ എക്സാമ്പിൾ ചോദിച്ചു അല്ലെ. എക്സാമ്പിൾ ആന്റികൻസറിന്റെ എക്സാമ്പിൾ വിൻകാണെന്ന് പറഞ്ഞു. പിന്നെന്താണ് അതിന്റെ സിനോണിം ചോദിച്ചു അല്ലെ. വാട്ട് ഈസ് ദ കതറാന്തസിസ് സിനോണിം ഓഫ് ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻകയുടെ ആണ് അല്ലെ, അതറിയാം. പിന്നെ ഫാമിലി ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് വിൻക ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോസൈനാസി ആണ്. പിന്നെന്താണ് വാട്ട് ഈസ് ദ ടേസ്റ്റ് ഓഫ് വിൻക ചോദിച്ചു കഴിഞ്ഞാൽ ബിറ്റർ ടേസ്റ്റ്, ബിറ്റർ ആണ്. പിന്നെ വാട്ട് ഈസ് ദ കെമിക്കൽ കോൺസ്റ്റന്റ് ഓഫ് അങ്ങനെ വേണ്ട, ബിന്തോളനിൻ അല്ലെങ്കിൽ കതറാന്തിൻ ഈസ് ദി കെമിക്കൽ കോൺസ്റ്റന്റ് ഓഫ് ഡാഷ് ഡ്രഗ്. ഏത് ഡ്രഗിന്റെയാണ് കെമിക്കൽ കോൺസ്റ്റന്റ് വരുന്നത്? കതറാന്തിൻ ആണ്. ഓക്കെ, പിന്നെ ചോദിക്കുള്ളൂ. ഡയൂററ്റിക് ഡയൂററ്റിക്സ് നമുക്ക് 2 ഡ്രഗ് പഠിക്കാനുണ്ട്, ഗോഗുരുണ്ട്, പുനർനാവയുണ്ട്. ഡയൂററ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇപ്പൊ നമ്മളെ യൂറിൻ പോവാത്ത കണ്ടീഷൻ അല്ലെ, മൂത്രപ്പഴുപ്പ് എന്നൊക്കെ പറയില്ലേ നമ്മള്. ഡയൂററ്റിക്സ് യൂറിന്റെ ഫ്ലോ കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ് അല്ലെ. യൂറിൻ നല്ല രീതിയിൽ പോയാൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിന് നമ്മൾ ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്നൊക്കെ ഉണ്ട് അല്ലെ. ശരാശരി ഇത്ര യൂറിൻ ദിവസം പോകുന്നുണ്ട്. നമ്മൾ അനാട്ടമി പഠിച്ചപ്പോൾ പറഞ്ഞില്ലേ, സിസ്റ്റം പഠിച്ചപ്പോൾ പറഞ്ഞില്ലേ, ഇത്ര യൂറിൻ ഇന്ന അളവിൽ പോകണം എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ഓക്കെ, അതുപോലെ തന്നെ നമ്മളെ യൂറിന്റെ ഫ്ലോ കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയൂററ്റിക്സ് എന്ന് പറയുന്നത് അല്ലെ. അതാണ് പറയുന്നത് ഡയൂററ്റിക്സ് ആർ ദി ഡ്രഗ്സ് വിച്ച് ഇൻക്രീസ് ദ ഫ്ലോ ഓഫ് യൂറിന്റെ ഫ്ലോ കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയൂററ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡയൂററ്റിക്സിന് നമ്മൾ 2 എക്സാമ്പിൾ ആണ് പഠിക്കുന്നത്. ഫസ്റ്റത്തെ ഗോഗുരു നിങ്ങൾ കണ്ടിട്ടില്ലേ? പിക്ചർ മറ്റേ എന്നൊക്കെ പറയും. പുനർനാവ കാണിച്ചു തരാം കേട്ടോ. പുനർനാവ തഴുതാമ. ഇതാണ് പുനർനാവ. കണ്ടില്ലേ പിക്ചർ? കണ്ടോ പുനർനാവ? കണ്ടു. ഓക്കെ, പുനർനാവ കണ്ടില്ലേ? പുനർനാവ
നെക്സ്റ്റ് നമ്മൾ ഗോകുലിനെ കുറിച്ച് നോക്കാം. ഗോകുലിന്റെ സിനോണിം വരുന്നത് ഗോകുലിന്റെ സിനോണിം വരുന്നത് പഞ്ചർ വൈൻ ആണ് കേട്ടോ. ഗോകുലിന്റെ സിനോണിം വരുന്നത് പഞ്ചർ വൈൻ. എന്താണ് വരുന്നത്? പഞ്ചർ വൈൻ. ഗോകുലു പഞ്ചർ വൈൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ്. ബയോളജിക്കൽ സോഴ്സിൽ എന്താ പറയുന്നത് വെച്ചാൽ എന്താ ഫുള്ളി റൈപ്പൺ ഫ്രൂട്ട്സ് ഓഫ് ദി പ്ലാന്റ് ട്രൈബുലസ് ടെറസ്ട്രിസ്ലിൻ ബിലോങ്ങിങ് ടു ദി ഫാമിലി സൈഗോഫൈലാസിയ. ഒന്നും കൂടി പറയാം കേട്ടോ. ഗോകുലിനെ കുറിച്ച് പറയുന്നത് ഗോകുലിന്റെ സിനോണിം എന്താ പറയുന്നത്? പഞ്ചർ വൈൻ. കിട്ടിയ പഞ്ചർ വൈൻ എന്നാണ് ഗോകുലിന്റെ സിനോണിം വരുന്നത്. കിട്ടിയില്ലേ? വായിക്കാൻ കിട്ടുന്നില്ലേ? പഞ്ചർ വൈൻ. ഇനി ബയോളജിക്കൽ സോഴ്സ് ആണ് പറയുന്നത്. ബയോളജിക്കൽ സോഴ്സ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് ഫുള്ളി റൈപ്പൺ ഫ്രൂട്ട്സ് ഓഫ് ദി പ്ലാന്റ് ട്രൈബുലസ് ടെറസ്ട്രിസ്ലിൻ. ഏതാണ് വെറൈറ്റി പറയുന്നത്? ട്രൈബുലസ് ടെറസ്ട്രിസ്ലിൻ ബിലോങ്ങിങ് ടു ദി ഫാമിലി സൈഗോഫൈലാസിയേ. ഓക്കെ, ട്രൈബുലസ് ടെറസ്ട്രിസ്ലിൻ. വായിക്കാൻ കിട്ടുന്നില്ലേ? ട്രൈബുലസ് ടെറസ്ട്രിസ്ലിൻ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ മുഴുവനായിട്ടും പാകമായ ഫ്രൂട്ട് ഉണ്ട്. ഇതിന്റെ മുഴുവനായിട്ടും പാകമായ ഫ്രൂട്ടാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? മെഡിസിനൽ പർപ്പസസിന് വേണ്ടി. ആ ഫ്രൂട്ട് കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഉണക്കും അല്ലേ? അതാണ് പറയുന്നത് ഡ്രൈഡ് ഫുള്ളി റൈപ്പൺ ഫ്രൂട്ട്സ് ഓഫ് ദി പ്ലാന്റ്. റൈപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? പാകമായത് അല്ലെ? റൈപ്പൺ എന്ന് പറഞ്ഞാൽ എന്താ? പാകമായത്. അല്ലെങ്കിൽ റൈപ്പ് എന്ന് പറഞ്ഞാൽ പാകമായതാണ്. ഓക്കെ, അതായത് ട്രൈബുലസ് ടെറസ്ട്രിസ്ലിൻ എന്ന് പറഞ്ഞ വെറൈറ്റി പ്ലാന്റിന്റെ ഫ്രൂട്ട് റൈപ്പായിട്ടുള്ള ഫ്രൂട്ട് അല്ലെ? റൈപ്പൺ ഫ്രൂട്ട് ഉണക്കിയിട്ടാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഫാമിലി വരുന്നത് സൈഗോഫൈലാസിയാണ്. ഫാമിലി ഏതാ വരുന്നത്? സൈഗോഫൈലാസിയെ. ബയോളജിക്കൽ സോഴ്സ് പറയുന്നത് നമ്മുടെ ട്രൈബുലസ് ടെറസ്ട്രിസ്ലിൻ എന്ന് പറഞ്ഞ വെറൈറ്റി പ്ലാന്റിന്റെ അതിന്റെ ഫ്രൂട്ട് ഉണക്കിയിട്ടാണ് പാകമായ ഫ്രൂട്ട് ഉണക്കിയിട്ടാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിന്റെ ഫാമിലി വരുന്നത് സൈഗോഫൈലാസിയാണ്. അതിന്റെ ഫാമിലി വരുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, ഇതിന്റെ കളറാണ് ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ്. ഇതിന്റെ കളർ പറയുന്നത് ഫ്രൂട്ടിന്റെ കളർ വരുന്നത് ഗ്രീനിഷ് ടു ഗ്രേ. ഓക്കെ, ഗ്രേ തൊട്ട് ഗ്രീനിഷ് ഒരു പച്ച. ഫസ്റ്റ് പാകം ഉണക്കണേക്കാളും മുന്നേ ഇതിന്റെ കളർ എന്തായിരിക്കും? ഗ്രീൻ കളർ ആയിരിക്കും അല്ലെ? ഉണക്കി വരുമ്പോ അതിന്റെ കളർ ഗ്രേ ആയിട്ട് മാറും. ഓക്കെ, ഗ്രേ കളർ. അതാണ് പറയുന്നത് ഗ്രീൻ ടു ഗ്രേ. ഗ്രീനിഷ് ടു ഗ്രേ കളറാണ് വരുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ഓർഡർലെസ് മണലിയ. ടേസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ബിറ്റർ ആണ്. കയ്പ് ടേസ്റ്റ് ആണുള്ളത്. ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 1 to 1.5 സെന്റിമീറ്റർ ആണ് ഇതിന്റെ സൈസ് വരുന്നത്. ഇതിന്റെ ഷേപ്പ് വരുന്നത് ഫ്രൂട്ട്സ് ആർ ഗ്ലോബോസ്. നമ്മുടെ ഗ്ലോബിന്റെ ഷേപ്പ് കണ്ടിട്ടില്ലേ നമ്മള്? അതിന്റെ ഷേപ്പിനെയാണ് നമ്മൾ ഗ്ലോബോസ് എന്ന് പറയുന്നത്. ഫ്രൂട്ട്സ് ആർ ഗ്ലോബോസ് അതാണ് പറയുന്നത്. ഓക്കെ, ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് നമ്മുടെ ഗോകുരുവിന്റെ ഇത് വരുന്നത് കളർ വരുന്നത് എന്താ? ഗ്രീനിഷ് ടു ഗ്രേ കളറാണ് വരുന്നത്. ഓർഡർ ഉണ്ടാ? ഗോകുരുവിന് ഓർഡർ ഉണ്ടാ? മണുണ്ടാ? മണമില്ല. ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബിറ്റർ ആണ്. കയ്പ് ടേസ്റ്റ്. അത്രയുടെ കയ്പ് എന്ന് പറയാൻ പറ്റില്ല അല്ലെ? ഓക്കെ, ചെറിയ രീതിയിലുള്ള കയ്പ് ടേസ്റ്റ്. സൈസ് എന്ന് പറയുന്നത് 1 to 1.5 സെന്റിമീറ്റർ ആണ്. അങ്ങനെ എക്സാമിന് ചോദിക്കില്ല, സൈസ് ഒന്നും ചോദിക്കില്ല. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താ? ഫ്രൂട്ട്സ് ആർ ഗ്ലോബോസ്. ഫ്രൂട്ട്സിന്റെ ഷേപ്പ് വരുന്നത് ഗോകുരുവിന്റെ ഫ്രൂട്ട്സിന്റെ കളർ ഷേപ്പ് ഏതാ? ഗ്ലോബോസ് ആണ് ഷേപ്പ് വരുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതൊന്നും കൂടി എടുക്കാം. ഓക്കെ, ഗോകുരുവിന്റെ പിക്ചർ കണ്ട ഓർമ്മയിൽ ഗുരു നാളേക്ക് ഒന്നും കൂടി നോക്കിക്കോളൂ കേട്ടോ ഈ പോർഷൻസ്. എക്സാം എന്നാണെന്നല്ലോ പറഞ്ഞ? ഇല്ലടാ, നമ്മുടെ ഈ അനാട്ടമി കോഗ്നോസി കഴിഞ്ഞിട്ട് കോഗ്നോസി ഈ ചാപ്റ്റേഴ്സ് പിന്നെ വേഗം കഴിയല്ലോ. നമ്മുടെ 1-2 ആഴ്ച കൊണ്ട് കഴിയണ്ടായിരുന്നു. അപ്പൊ എന്നിട്ട് നമ്മൾ വേഗം റിവിഷൻ ഒന്ന് വേഗം നോക്കും. എന്നിട്ടാണ് നമുക്ക് എക്സാം ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതിപ്പോ നമ്മുടെ നടക്കുന്ന റിവിഷൻ അല്ലേ? നമ്മുടെ ക്ലാസ് ആണ്. ഇത് കഴിഞ്ഞിട്ട് ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒന്ന് വേഗം ഒന്ന് സ്പീഡായിട്ട് ഒന്നും കൂടി നോക്കും. ആണോ? ഫസ്റ്റ് ബാച്ച് സെക്കൻഡ് ബാച്ചിലുള്ളവർക്ക് നമുക്ക് ക്ലാസ് എടുത്തിട്ടില്ല. അപ്പൊ സെക്കൻഡ് ബാച്ചിലുള്ളവരുണ്ട് ഇതിലുണ്ട്. അവരും ഇതിൽ ഈ സെക്കൻഡ് പേജ് ഇതിലുണ്ടോ? ഇൻക്ലൂഡിംഗ് ആണോ? ഉണ്ട്. ആണോ?
ഓക്കെ, കണ്ട ഗോഗുരുവിന്റെ പിക്ചർ കണ്ടോ? ആ കണ്ടു കണ്ടു. അതാണ് പറഞ്ഞത്, നമ്മൾ ഒപ്പോസിന്റെ ഒപ്പം ഒന്ന് പഠിച്ച് പൊക്കോളോ. ആ അപ്പൊ ആ നമുക്ക് റിവിഷൻ കൂടി കഴിയുമ്പോൾ നമുക്കൊന്നും കൂടി ക്ലിയർ ആ ആവും. ഓക്കെ. മാക്സിമം പറ്റുമ്പോഴൊക്കെ ക്ലാസ്സിൽ കയറിക്കോളോ. നമ്മൾ വീട്ടിലിരുന്നാൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇത് ഉണ്ടാവില്ല, വെറുതെ ആ ക്ലാസ് അതെ. കേൾക്കാണ്ടിരിക്കും. ക്ലാസ്സിന് കയറുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഈസി ആവുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇത് കണ്ടില്ലേ, ഗോഗുരുവിന്റെ പിക്ചർ ആ കണ്ടില്ലേ? കണ്ടു. നമ്മൾ മലയാളത്തിൽ ഞെരിഞ്ഞില്ലെന്നൊക്കെ പറയും. ആ അതെ. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പം നാളെ എടുക്കാം. നാളെ ഇല്ലല്ലോ? നാളെ ഉണ്ടോ? നാളെ ഉണ്ടോ എന്നുള്ളത് ഗ്രൂപ്പിൽ പറയൂ കേട്ടാ. ഇല്ലെന്നാണല്ലോ. നാളെ വെള്ളിയാഴ്ച ഇലക്ഷൻ ചെയ്ത് വെച്ചിട്ട് അവധിയാണെന്നാണ്. അപ്പൊ നാളെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഓക്കെ, ശരി, താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു.